الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. من الحكم المروية عن أئمة أهل البيت عليهم السلام. അഹ്ലു ബൈത്തിലെ നേതാക്കന്മാരുണ്ട്, ഇമാമുകൾ. അവരുടെ വക്കൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹിക്മകളാണ് പറയുന്നത്. എല്ലാം മീൻ പെട്ടത്. ഫമിൻ ഹികമിൽ ഇമാമി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൗലുഹു, മൂപ്പർ പറഞ്ഞത്, ഇഹ്ഫദൂ അന്നി ഖംസൻ, എൻ്റെ മക്കൾ നിന്ന് 5 കാര്യം നിങ്ങൾ പടമാക്കി വെക്കണം. ഫലോ റഖിബതുൽ ഇബ്ല ഫീ ത്വലബിഹിന്ന, ഈ 5 കാര്യം തേടിക്കൊണ്ടിട്ട് നിങ്ങൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താലും ലഅന്നൈതുമൂഹുന്ന, ആ ഒട്ടകങ്ങൾ എന്താക്കും, തളർത്തിക്കളിക്കും. കബലാൻ തുദ്രികൂഹുന്ന, ഈ 5 കാര്യം കിട്ടുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഈ 5 കാര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് ഒട്ടകം തളർന്നു കിടന്നു പോകുന്ന പറഞ്ഞത്. അത്രയും പ്രാധാന്യമുള്ള സാധനം. 1, ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹു, അബ്ദ് റബ്ബിനെ അല്ലാതെ റജാ വെക്കാൻ പാടില്ല. 1. വലാ യഖാഫു ഇല്ലാ ദംബഹു, അവൻ പേടിക്കാൻ പാടില്ല അവൻ ചെയ്ത ദോഷങ്ങളെ കുറിച്ചല്ലാതെ പേടിക്കണ്ട. 2. വലാ യസ്തഹി ജാഹിലുൻ അൻ യസ്അല, ഒരു ജാഹിലായ മനുഷ്യനെ ചോദിച്ചറിയാൻ തൊട്ട് നാണം കാണിക്കാൻ പാടില്ല. ആള് ജാഹിലാന്ന് ചോദിക്കാൻ പാടില്ല, നാണക്കേടും. അപ്പം ഇപ്പം ജാഹിലായിട്ട് തന്നെ കിടക്കും. തിരണ്ടില്ല. എത്രണ്ടായി? 3. 4, വലാ യസ്തഹി ആലിമുൻ ഇദാ സുഇല അമ്മാ ലാ യഅലമു അൻ യഖൂല അല്ലാഹു അഅലം, ഒരു ആലിമ് നാണിക്കാൻ പാടില്ല. എന്താ? ഇദാ സുഇല അമ്മാ ലാ യഅലമു, അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അൻ യഖൂല അല്ലാഹു അഅലം എന്ന് പറയാൻ പഠിക്കണ്ട. മറ്റേ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒപ്പിച്ചാൽ എന്താക്കും, കേൾക്കുന്നാക്ക് തിരികെ ഒപ്പിക്കലാണ്. ഇരുളോണ്ട് ഓട്ട അടക്കുന്നുണ്ടോ സാധനമുണ്ട്. ഇനി വസ്സബ്റു, 5 വസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅ്സി മിനൽ ജസദ്, ഈമാന്റെ വിഷയത്തിൽ സബ്ർ എന്നുള്ളത് ശരീരത്തിൽ തലന്റെ സ്ഥാനത്താണ്. അപ്പം വലാ ഈമാന ലിമൻ ലാ സബ്റ ലഹു, സബ്ർ ഇല്ലാത്താക്ക് എന്തില്ല? ഈമാനില്ല. ഏതുപോലെ തലയില്ലാത്താക്ക് ജസദുമില്ല. അഖ്റജഹു അനിൽ ഇമാമി അലിയിൻ അബൂ നുഐം ഫി ഹില്യത്തിൽ ഔലിയാ, അത് 11 വള്ളിയുള്ള കിതാബാണ് ഹില്യത്ത്. ഖാല അബൂ ഉബൈദിൻ ഫി കിതാബിൽ അംസാലിൽ, അല അബൂ ഉബൈദ് അൽ ഇമാമുൽ ഹാഫിദു അൽ മുജ്തഹിദു ദുൽ ഫുനൂനി അബൂ ഉബൈദിൽ ഖാസിം ഇബ്നു സല്ലാം 157 കൊല്ലം ജനിച്ച് 224 വഫാത്ത്. പഴയ ആളാണ്. സാഹിബു തസാനീഫിൽ ഫായിഖ, ഉന്നതമായ തസാനീഫുടയോടാണ്. അല്ലത്തി സാറത്ത് ബിഹർ റുക്ബാൻ, നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും ആ കിതാബുകൾ വ്യാപിച്ചു കിടക്കുന്നു എന്നർത്ഥം. കൽ അംവാലി വൽ ഗരീബി വ ഫളായിലുൽ ഖുർആൻ, ഇങ്ങനെ തുടങ്ങി. വഫീ ഹാമിഷ് സിയറുൻ നുബലാ 10 താരീഫും ബി കിതാബിൽ അംസാൽ, അപ്പുറം കിതാബിൻ്റെ പേര് കിതാബുൽ അംസാൽ. അതിനെ പറ്റിയിട്ട് സിയറുൻ നുബല എന്ന കിതാബിൻ്റെ ബക്കത്ത് എന്താക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഏതാ അംസാലേത്? അൽ മൻഖൂലി അൻഹു ഹുന, ഇവിടെ പറഞ്ഞപ്പെട്ടു. ഈ കിതാബുൽ അംസാലിൽ പറഞ്ഞു, ഇർതജലൽ ഇമാമു അലിയ്യൻ റളിയല്ലാഹു അൻഹു, പെട്ടെന്ന് പറഞ്ഞു, 9 കലിമാത്തിൻ, 6 കലിമാത്ത് പറഞ്ഞു, അല്ല 9 കലിമാത്ത്. ഖതഅൽ നത്മാ അനിൽ ലിഹാഖി ബിവാഹിദത്തിൻ മിൻഹുന്ന, അതിൽപ്പെട്ട ഒന്ന് പോലും ചന്ത് കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ പൂതിയെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അതാ മൂപ്പർ പെട്ടെന്നാ പറഞ്ഞത്, ആലോചിച്ചാൽ കിട്ടൂല. എന്തെല്ലാം? സലാസും ഫിൽ മുനാജാത്ത്, 3 വിഷയം മുനാജാത്തിലാണ്.
വസലാസും ഫിൽ ഇൽമിലാണ് 3, അപ്പോൾ 6 ഇല്ലേ. വസലാസും ഫിൽ അദബിലാണ് 3. ഫഅമ്മല്ലതി ഫിൽ മുനാജാതി, മുനാജാത്തിലുള്ള 3 കാര്യം. ഫഖൗലുഹു കഫാലി ഇസ്സൻ അൻ തകൂന ലി റബ്ബ വകഫാലി ഫഖ്റൻ അൻ അകൂന ലക അബ്ദ അൻത ലി കമാ ഉഹിബ്ബു ഫവഫിഖ്നി ലിമാ തുഹിബ്ബു. അപ്പോൾ മുനാജാത്തിലുള്ള 3 ഉണ്ടായി. എന്താ പറഞ്ഞത്? എനിക്ക് ഇസ്സായിട്ട് മതി, നീ റബ്ബാണല്ലോ, അതിനപ്പുറം ഇനി ഇതൊന്നും വേണ്ടാന്ന്. വഖഫാനി ഫഖ്റൻ, എനിക്ക് ഫഖ്റായിട്ട് മതി, അൻ അകൂന ലക അബ്ദൻ, അബ്ദായിട്ട് ഞാനുണ്ട്. അബ്ദിന്റെ അപ്പുറം ഇനി ഒരു പദമി പറയാനില്ല, റബ്ബിന്റെ അബ്ദ്. ഇനിയോ നീ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെല്ലാം ആക്കിയിട്ടുണ്ട്. എനിക്ക് കണ്ണും ചെവിയും മൂക്കും വായിലും തന്ന് രണ്ടയിലും തന്നിട്ട് എന്താക്കി, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ എന്താക്കിയിട്ടുണ്ട്, എനിക്കായിട്ടുണ്ട്. എന്നിട്ടോ ഫഅഫ്ഖിനി ലിമാ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്ന പ്രകാരം എന്നെ ആക്കി തരണമെന്ന്. മുനാജാത്തിലുള്ള 3 എല്ലാം അടങ്ങി. ഇനി ഏതാ? ഇൽമിലല്ലേ. വഅമ്മല്ലതി ഫിൽ ഇൽമിലുള്ള 3 കാര്യം. ഫഖൗലുഹു അൽ മർഉ മഖ്ബൂഉൻ തഹത ലിസാനിഹി, ഒരു മനുഷ്യനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ നാവിൻ്റെ താഴെ. അവൻ്റെ സംസാരത്തിന് ആലിമാണോ ജാഹിലാണോ, ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ലേ, കുറ്റക്കേടുണ്ടോ ഇല്ലേ, എല്ലാം അവൻ്റെ കലാമിന് പിടിച്ചെടുക്കാൻ കിട്ടും. ആളതിനുള്ളിൽ ഒളിച്ചു വെക്കുന്നു. അതുകൊണ്ട് തകല്ലമോ തുഅറഫു, സംസാരിച്ചോ നിങ്ങളെപ്പറ്റി അറിയാൻ കഴിയുന്നു. ഒന്നയില്ലേ. മാലാ ഇംറുഉൻ അറഫ ഖദ്റഹു, ഇത് മുമ്പ് നൂദിനെ. അവനവൻ്റെ ഖദർ മനസ്സിലാക്കിയ ഒരാൾ കഷ്ടപ്പെടാനുണ്ടാവില്ല. അവനവനെന്താക്കുക, ഞാൻ ഷാഫി ഇമാമിനൊക്കെ വലിയ ആളായിട്ടുണ്ട്, ഞാൻ മുഹദ്ദിസ് ശേഖ് തങ്ങളെ പദവി എത്തിയിട്ടുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആള് പോയി. വഅമ്മല്ലതി ഫിൽ അദബി, അപ്പം 3 നാൾ പറഞ്ഞില്ലേ. മഖ്ബൂഉൻ തഹത ലിസാനിഹി, അതിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ് തഅല്ലമു തുഅറഫു, തകല്ലമു തുഅറഫു. മാദാ അംറുൻ അറഫ ഖദ്റഹു. ഇനി അദബിലുള്ളതോ വഅമ്മല്ലതി ഫിൽ അദബി ഫഖൗലുഹു അൻഇം അലാ മൻ ശിഅത, നീ ഉദ്ദേശിച്ചാക്കെല്ലാം നീ എന്താക്കുക, അനുഗ്രഹം ചെയ്തു. എന്നെന്താക്കും? തക്കുൻ അമീറഹു, നീ അമീറായിട്ട് മാറും. മറ്റവൻ്റെ നിന്റെ വാക്കുന്ന ആനുകൂല്യം പെറ്റുവാൻ്റെ അമീർ നീ ആയിരിക്കും. അപ്പം അവനെ ഏത് രീതിയിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. വസ്തഗ്നി അമ്മൻ ശിഅത, നീ ആരെ തൊട്ടെല്ലാം ഉദ്ദേശിക്കണം, അതിനെ തൊട്ടെല്ലാം നീ ഖനിയായിക്കോ. എന്നാ തക്കുൻ നദീറഹു, നീ അവനെ പോലെയാവും. ഒന്നിക്ക് അമീറായി. ഇനിയോ വഹ്തജി ഇലാ മൻ ശിഅത, നീ ഉദ്ദേശിച്ച ആളിലേക്ക് നീ ആവശ്യക്കാരനായിക്കോ. തക്കുൻ നസീറഹു, എന്നാ നീ എന്താക്കി മറ്റൊരു ആദ്യം പറഞ്ഞത് നേരെ തിരിച്ച്, നേരെ നീ അവൻ്റെ കീഴല്ല അസീറായി മാറി, തടവ് പുള്ളിയായി മാറി. ഇൻതഹ. ومن كلامه رضي الله عنه التقوى ترك الإصرار على المعصية. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞില്ല, ധാരാളം വ്യാഖ്യാനം അതിനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ മൂപ്പർ പറഞ്ഞെന്താ, മായസ്യത്തിൻ്റെ മേലെ ഉറച്ചിരിക്കാതിരിക്കലാണ്. മായസ്യത്ത് വരാണ്ടിരിക്കാൻ നമുക്ക് നമ്മ മായസ്വാമികളല്ലാത്തത് കൊണ്ട് മായസ്യത്ത് വരാതിരിക്കില്ല. പക്ഷെ അതും എന്താക്കാൻ പാടില്ല, ഉറച്ചിരിക്കാൻ പാടില്ല. അന്ന് തഖ്വയായി. അപ്പോൾ ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പിന്നെ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഇത് കുറ്റകരമാണ് എന്നറിഞ്ഞപ്പം പിന്നെ നമ്മളില്ല, ഉറച്ചിരിക്കലില്ല, പിൻവലിക്കില്ല. വതർക്കുൽ ഇഖ്തിദാർ ബിത്വാഅത്ത് ചെയ്തിട്ട് വഞ്ചിതനാവാണ്ടിരിക്കാം. ഗുറൂറിൽ പെട്ടുപോക്കൽ, അതൊരു ഇഖ്തിറാർ. ഞാൻ ഒരുപാട് താഴത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുറൂറിൽ പെട്ടുപോണ്ട. ഇന്നലില്ലാഹി ആനിയതൻ ഫിൽ അർളി, അല്ലാഹു തആലക്ക് ചില ഒരു ഹിക്മത്തും ഇൽമെല്ലാം അൻവാറൊക്കെ വെക്കാനുള്ള പാത്രങ്ങളുണ്ട് ഭൂമിയിൽ. ആ പാത്രത്തിലെ വെക്കുക. വഹിയൽ ഖുലൂബ്, അതാണ് കൽബ് എന്ന് പറയുന്ന പാത്രം. അതുകൊണ്ട് ഫഖൈറുഹ, ഖുലൂബിൽ നിന്നുള്ള ഖൈറായ പാത്രം ഏതാ? അസ്ഫഹ വ അസ്ലബുഹ വ അറഖുഹ. 3 വസ്തു അതിൽ വേണം. അതിന് നല്ല സഫാവ് വേണം, ഏറ്റവും വലിയ തെളിവ്. അതുപോലെ നല്ല ഉറപ്പ് വേണം. എന്തിൻ്റെ ഉറപ്പ്? ഹൃദയ കാഠിന്യം എന്ന ഉറപ്പല്ല. ദീനിൽ യഖീനായ കാര്യം ആരടയാട്ടാക്കിയാൽ ഈ പൊരിഞ്ഞു പോകാൻ പാടില്ല. അറഖുഹ എന്ന് പറഞ്ഞാൽ വളരെ നേർമയുള്ളത്.
അതാ അതെല്ലാം മൂന്നെണ്ണം. ഒന്ന് അസ്ഫാഹയല്ലേ, അസ്ഫാഹ ഫിൽ യഖീൻ, അതാ. രണ്ടാമത്തതോ അസ്ലമല്ലേ, അസ്ലമുഹ ഫിദ്ദീൻ. പിന്നെ ഇതാ അറക്കുഹല്ലേ, അറക്കുഹ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഏറ്റവും കാരുണ്യമുള്ളത്. ഇനി അശ്ശരീഫു കുല്ലു ശരീഫി മൻ ശറഫഹു ഇൽമുഹു. ഷരീഫായ ഷരീഫ് എന്നുണ്ടല്ല, എല്ലാ ഷരീഫിനാലും ഏറ്റവും വലിയ ഷരീഫ് ആരാണ്? ഇൽമ അവനെ ഷറഫാക്കിയിട്ടുണ്ട്. അപ്പൊ ഇൽമുള്ള ആള്. സൂദത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മേൽ നേതൃത്വം വഹിക്കില്ല എന്ന് സൂദത് എന്ന് പറയും. അത് ശരിയായ സൂദത് ഏതാ? റബ്ബിന് തഖ്വ ചെയ്ത ആളാണ്. എന്നാണ് കരീം എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കല്? നരകത്തിന്റെ ദുല്ലിനെ തൊട്ട് അവന്റെ ശരീരത്തിനെ ഇക്രാമാക്കി, നരകത്തിൽ തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. വജുഹുണ്ടോദ്ദേശം വെറും മുഖമല്ല, ശരീരം മുഴുവനും അവനെ തന്നെ. ചുരുക്കത്തിൽ താത്തവും വജഹത്ത് വജീയാന്ന് പറഞ്ഞാൽ ഞാൻ മുഖം മാത്രം തിരിച്ചു വെച്ചെന്നല്ല. അവൻ നരകത്തിൽ കടക്കാതെ കണ്ട് ഇക്രാമാക്കിയോ അയാൾ കരീമായി. വഖാല നഫഅല്ലാഹു ബിഹി. വീണ്ടും അലിയാർ തങ്ങൾ പറഞ്ഞ് ഹബ് അന്നല്ലാഹ ഖദ് തജാവസ അനിൽ മുസീഈന. കുറ്റം ചെയ്ത ആളുകൾക്കെല്ലാം അല്ലാഹു തആല മാപ്പ് കൊടുത്തു എന്ന് വിചാരിക്കാം, എന്നാ രക്ഷപ്പെട്ട. പക്ഷെ ഇവർക്കൊരു നഷ്ടമുണ്ട്. അലൈസ ഖദ് ഫാതഹു സവാബുൽ മുഹ്സിനീൻ. ഇഹ്സാൻ ചെയ്തവർക്കുള്ള സവാബ് നഷ്ടപ്പെട്ട അതിന് നഷ്ടാന്നില്ല. മാപ്പ് കിട്ടിയെന്ന് കണ്ട് മോശാക്കാൻ പറ്റൂല. അതെ, അതെന്താ പറഞ്ഞ സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചാടി. സുന്നത്തന്നെ തെറ്റൊന്നുമില്ല, എനിക്ക് അടിന്നല്ലൊന്നും കിട്ടൂല. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന വലിയ സവാബ് നഷ്ടപ്പെട്ടില്ല. അതിനൊക്കെ നഷ്ടം എന്താ വേണ്ടത്? അതാ മുസ്ലിംമാർ പറയല്ലേ, അത് സുന്നത്തല്ല. സുന്നത്തിന് ഇവരെന്താ എടുത്താൽ പോലും ചോദിച്ചാൽ തെറ്റില്ലാത്തത്? അങ്ങനെ ജമ്മൽ ജാമ്യണ്ടാ? അതാ സലിമ ചോദിച്ചാൽ ഈ താരീഫ് എവിടുന്ന കിട്ടിയിരുന്നു? അക്കാലത്തേ ഉണ്ട്. ഓ പണ്ടേ ഉണ്ടാ, എന്നപ്പോ നമുക്ക് രസം. ഇതാവക്കാമും ഭക്ഷണം വീണ് പോയെങ്കിൽ ഉടനെ എടുക്കണം, കഴുകണം, തിന്നണം. ഓ ബിഗിലുണ്ടല്ലേ എവിടും പണ്ടേ, അതിനെ വെള്ളം പിടിക്കും. മാപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും മുഹ്സിനീങ്ങൾക്ക് കിട്ടുന്ന സവാബ് ഒരു നഷ്ടം തന്നെയാണ്. വഖാല റളിയല്ലാഹു അൻഹു അലാ ഇന്നദ് ദുനിയ ഖദ് തറഹലത് മുദ്ബിറ വഇന്നൽ ആഖിറത ഖദ് തറഹലത് മുഖ്ബില വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇതാ ദുനിയാവ് പിന്തിരിഞ്ഞിട്ട് യാത്ര പോകാൻ തുടങ്ങി. ഓരോ നിമിഷം കഴിയും തോറും പോകുന്നു. ആഖിറമോ ഇങ്ങോട്ട് മുഖ്ബിലായിട്ട് യാത്ര വരുന്നുണ്ട്. അപ്പൊ ദുനിയാവിനും ആഖിറത്തിനും അള്ളാഹു ഒരേ മക്കളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് വേണം? ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. ആഖിറത്തിന്റെ മക്കളിൽ നിങ്ങളാകണം. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയയിൽ പെടാൻ പാടില്ല. ഫഇന്നൽ യൗമ അമൽ വലാ ഹിസാബ്. ഇന്നെന്തുണ്ട്? അമലുണ്ട്, ഹിസാബില്ല. വഗദൻ നാളെയോ ഹിസാബുണ്ട്, അമലില്ല. ഇൻതഹ ദക്കറഹ അബൂ നുഐം. ഇനി വലമ്മാ ദറബഹു ഇബ്നു മുൽജിം എന്നാള് മൂപ്പറ കൊത്തിയില്ലേ, ദഖല അലൈഹിൽ ഹസനു. മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ അടുക്കിലേക്ക് പോയി. അങ്ങനല്ലേ, ബാക്കിയൻ കരഞ്ഞുകൊണ്ടുപോയി. ഫഖാല ലഹു, മകനോട് പറയുന്നു, യാ ബുനയ്യ, എൻ്റെ മകനെ. അവിടെ യാ ബനിയ എന്ന് വെച്ചാൽ കുറേ മക്കളാവും. യാ ബനിയ ദഹബു ഫതഹസ്സസു മിൻ യൂസുഫ. അവിടെ ജമ്മാന്ന്. ഇനി തിരിച്ചു വെച്ചാലോ ഒറ്റ മോനി. ഇഹ്ഫദ് അന്നി അർബഅൻ വഅർബഅൻ. നാലും ഒരു 4 കാര്യം, വീണ്ടും ഒരു 4 കാര്യം എൻ്റെ മക്കന്ന് പഠിക്കണം. ഇന്ന അഗ്നൽ ഗിന അൽ അഖൽ. ഗിനയിൽ നിന്ന് ഏറ്റവും വലിയ ഗിന അഖലാകുന്നു. വഅക്ബറുൽ ഫഖരി. ഫഖീർ തലത്തിൽ നിന്ന് ഏറ്റവും വലുതാണ് അൽ ഹുമുഖ്, ഹമാഖത്ത്, ബിഡ്ഡിത്തം എന്ന് പറയുന്നത്. അതിൻ്റെ അഖലിൻ്റെ ഓപ്പോസിറ്റ്. വൗഹഷുൽ വഹശത്തി. വഹശത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ഏകാന്തത വെച്ചല്ലേ, അതിന് ഏറ്റവും കൂടിയത് ഏതാണ്? അൽ ഉജുബു. മനുഷ്യൻ ഉജുബു തോന്നണം, എന്നാൽ പിന്നെ വേറെ ആരും അംഗീകരിക്കില്ലല്ലോ.
വഅക്റമുൽ കറം ഏതാണ്? ഹുസ്നുൽ ഖുലുഖ്. അപ്പം 4 എണ്ണായി. വൽ അർബഉൽ ആഖർ, ഒരു 4 എണ്ണം എന്ന് പറഞ്ഞില്ലേ? 4 4 അല്ലേ? ഇയ്യാക വ മുസാഹബത്തൽ അഹ്മഖി, ഹംക്കിൻ്റെ ആളാന്നാല് അഹ്മക്കിനോട് കൂട്ടുകൂടാൻ പാടില്ല, നീ ശ്രദ്ധിച്ചോളണം. എന്താണ്? ഫൈന്നഹു യുരീദു അൻ യൻഫഅക, നിനക്ക് വലിയ ഉപകാരം ചെയ്യണമെന്നായിരിക്കും അയാൾ വിചാരിക്കുന്നെങ്കിലും ഫയദുഫുക, നിനക്ക് ഇടങ്ങേറുണ്ടാക്കലാണ്. അയാളെ വിഷയത്തിൽ നിനക്ക് ഖൈറ ചെയ്യുന്നതാണ്. അതാ വഇയ്യാക വമുസാദഖത്തൽ കല്ലാബ്, രണ്ടാമത്തതോ കളവ് പറയുന്നവനല്ലേ, അവനോടുള്ള സൗഹാർദ്ദം ഒഴിവാക്കണം. എന്താണ്? ഫഇന്നഹു യുഖദ്ദിബു അലൈക്കൽ ബഈദ വയുബഇദു അലൈക്കൽ ഖരീബ്, ദൂരമായ ഒന്നിനെന്താക്കും? അടുപ്പിക്കും, അടുത്ത സാധനത്തിനെ ബഈദാക്കും. എന്ന് പറഞ്ഞാൽ കളവുകൊണ്ട് എന്താക്കും? ഇന്ന് നേരെ അക്സാക്കിയിട്ട് ആക്കുന്നുണ്ടാവും. ആ വാക്കിലെല്ലാം അടങ്ങി. വഇയ്യാക വമുസാദഖത്തൽ ബഖീൽ, ബഖീലിന്റെ കൂട്ടുകെട്ട് നീ സൂക്ഷിക്കണം. അതുകൊണ്ട് ഫഇന്നഹു യഖ്ദുലുക ഫീ അഹ്വജി മാ തകൂനു ഇലൈഹി, നിനക്ക് ഏറ്റവും ആവശ്യമാകുന്ന ഘട്ടത്തിൽ എന്താകും? നിന്നെ കൈയൊഴിക്കും. അവൻ്റെ പക്കൽ നിന്ന് ഒരു സഹായം കിട്ടൂല. നിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടേണ്ട സാഹചര്യം ഉണ്ടല്ലോ, അഹ്വജ് ഏറ്റവും ആവശ്യമാകുന്നു, ആ സമയത്ത് എന്താകും? നിന്നെ കൈയൊഴിച്ചിട്ടുണ്ടാവും. പിന്നെ മൂപ്പറാടിയും കാണില്ല. വയ്യാക മുസാദഖത്തൽ ഫാജിർ, കുറ്റവാളിയായ ആളുകളുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കണം. വഇന്നഹു യബീഉക ബിത്താഫിഹി, എന്നാൽ നിസ്സാരമായ കാര്യത്തിന് എന്താകും? നിന്നെ വിറ്റ് കളയുന്നു. താഫിഹ് എന്ന് പറഞ്ഞാൽ വലിയ മൂല്യമില്ലാത്ത നിസ്സാരമായ ചീപ്പ് റേറ്റായ സാധനം, അതിന് വേണ്ടി എന്താക്കും? നിന്നെ വിറ്റ് കളയുന്നവർക്ക്. വസുഇലാനിൽ ഖദർ, ഖദറിനെ പറ്റി മൂപ്പനോട് ചോദിച്ചു. ഫഖാല ഹുവ വല്ലാഹി തരീഖും മുളിൽ, അത് ഇരുട്ടുള്ള വഴിയാണ്, അതുകൊണ്ട് ലാ തസ്ലുഖു, നീ അതിലേക്ക് കയറണ്ട. അത് കൂടുതൽ ചർച്ച ചെയ്താൽ അടുത്തേക്ക് എത്തൂല. ഇപ്പം ദരീഖത്തുണ്ട് പോലും ഖദർ ഇന്ന് ചർച്ച, വൈകുന്നേരം സിർറുൽ ഖദറ ചർച്ച, നാളെ രാവിലെ സിർറുൽ ഖദറ ചർച്ച. കണ്ടാ, അതാണ് മാരിഫത്ത്, അതാണ് ദരീഖത്ത്. നിസ്കാരം വേണ്ട, അത് കായ്ത്തോലെ. തോലാരതെന്നല്ലേ? പശു. ഉള്ളിലുള്ള കാതിൽ നമ്മയല്ലേ? അപ്പം ഹക്കീക്കത്തായി വഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പം നിലവിലുണ്ട്. തരീഖും മുദ്ലിമല്ലാത്ത തസ്ലുഖുഹു എന്നാ പറഞ്ഞത്. ഇരുട്ടുള്ള മാർഗമാണ്, അതിലേക്ക് കയറണ്ട. ബഹറുൻ അമീഖുൻ, ആഴമുള്ള കടലാണ്. ലാ തലജുഹു, അതിലേക്ക് ഇറങ്ങണ്ട, മുങ്ങും. സിർറുല്ലാഹി ഖദ് ഖഫിയ അലൈക, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സിറാണ് ഖദർ. അത് അല്ലാഹുവിൻ്റെ ഒരു അധികാരമാണ്. അതെന്താ? ഫലാ തുഫത്തിഷു, അത് കെട്ടയച്ച് നോക്കാൻ നിൽക്കണ്ട. കണ്ടാ? അയ്യുഹ സായിലു ഇന്നല്ലാഹ ഖലഖക ലിമാ ശാഅ, അല്ലാഹു തആല എന്താണോ വേണ്ടത് വെച്ചത് അതിന് വേണ്ടിയാണ് നിന്നെ പടച്ചത്. ആ ലിമാ ശിഇത, അല്ല നീ ഉദ്ദേശിച്ചതിന് വേണ്ടിയാണോ? ഒരു ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതിന് വേണ്ടിയാണോ നിന്നെ പടച്ചത്, അല്ല നീ ഉദ്ദേശിച്ച? ഫഖാല ലിമാ ശാഅ, അങ്ങനെ പടക്കുമ്പോൾ നമ്മളില്ലല്ലോ, എന്നിട്ട് വേണ്ട ഉദ്ദേശം ഉണ്ടാകാൻ. എന്നാ കാല വയസ്തഅ്മിലുക ലിമാ ശാഅ, അവൻ എന്തിനാണ് പടക്കാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് നിന്നെന്താക്കും? ഇസ്തിമാല് ചെയ്തോളൂ. ഇൽമ പഠിക്കാനാണ് നിന്നെ അല്ലാഹു തആല പടച്ചതെങ്കിൽ ഇൽമ പഠിപ്പിക്കുന്നതിൽ ചിലവാക്കും. ഉണ്ടായിട്ടും കേൾക്കൂല, ചെവി നല്ലോണം പൊത്തുന്ന ആളാണെങ്കിൽ അതിനാണ് അത് ഉപയോഗിച്ചു. അതിപ്പം അലിയാർ തങ്ങളെ കുറച്ച് വിഷയം കഴിഞ്ഞു. ഇനി ആ മൂപ്പറ മകനാനി പറയാൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയല്ലേ, മകൾ വാസിത്യമായിട്ടുണ്ടാകുന്നതിന് സിബത്ത് എന്ന് പറയും. പിന്നെ ആ മക്കൾ വാസിത്യമായിട്ട് ഹഫീദ് എന്ന് പറയും. രണ്ടിനും കൂടി ഹഫീദ് എന്ന് പറയുന്നുണ്ട്. അത് ഖുർആനില്ലേ? വജാല ഹഫദ, സൂറത്തുൽ അൻആം നഹലില്ലേ? ഇങ്ങനത്തെ മുസാഫ് നെഹലെടുത്ത
ബനീന വഹഫദ. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة. മക്കളുണ്ടാക്കി, ഹഫദത്തിലുണ്ടാക്കി. വറസഖക്കും മിനത് ത്വയ്യിബാത്തിന് നൽകുകയും ചെയ്തു. ആ ഹഫദത്തിൽ എന്താണ്? പേരക്കുട്ടികളെല്ലാം പെട്ടു. അപ്പൊ ഹഫീദിന് 2 പ്രയോഗം, സിബത്തിന് 1. ഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻ ഫിദ്ദുന്യാ ബിബദനിക്, നീ ദുന്യാവിലാകുമ്പോൾ ശരീരം കൊണ്ടാവുക, തടി ദുന്യാവിൽ. വഫിൽ ആഖിറതി ബിഖൽബിക്, ആഖിറത്തിലാണ് നിന്നെ കൽബ് കൊണ്ടാകണം. അപ്പോൾ തടിയുടെ മനസ്സവിടെ. ആരാണ് പറഞ്ഞത്? സയ്യിദുൽ ഇമാമുസ് സയ്യിദ് റൈഹാനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിബതുഹു, തങ്ങളുടെ ഫാത്തിമ ബിബി മകൾ. വൽ മുശബ്ബഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തങ്ങളോട് ശബാഹത്തുള്ള കുറേ ആളുണ്ടെന്ന് ബാഹ്യ ശരീരത്തിൽ. അതിൽ ഒന്ന് ഹസൻ റളിയല്ലാഹുവിന്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ആരാന്ന്? അബൂ സുഫ്യാൻ ഇബ്നുൽ ഹാരിസ്. അബൂ സുഫ്യാൻ ബദർ യുദ്ധത്തിൽ അബൂ സുഫ്യാൻ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുത്താപ്പന്മാരിൽ ഒരു ഹാരിസ് ഉണ്ട്, ഓരോ മകനാണ് അബൂ സുഫ്യാൻ. ഓറെ കണ്ടാലും തങ്ങളെ കണ്ട പോലെ ഉണ്ടാവും. അങ്ങനെ ഷാഫി ഇമാമിന്റെ വലിയ പാപ്പ ജാഫർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ കുറേ ആളുണ്ട് ബാഹ്യ ശരീരം കൊണ്ട് തങ്ങളെ പോലെ ഉണ്ടാവും. വസയ്യിദ് ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കന്മാരുടെ സയ്യിദാണ്. അബൂ മുഹമ്മദ് എന്നാണ് അവരുടെ ഓമന പേര്. അൽ ഖുറശി, അൽ ഹാഷിമി, അൽ മദനി, അൽ ഷഹീദ്. ഇനെന്താ ഉണ്ട്? ഖുറശിയാണ്, പിന്നെ അഹ്ലു ബൈത്തിന്റെ വലിയ പാപ്പയല്ലേ. പിന്നെ ഹാഷിമിയാണ്. ഖുറശി എന്നുള്ളത് വിശാലമാണ്, അതിലുള്ള ഹാഷിമിയാണ്. പിന്നെ ആരാ? മദനി, അഷഹീദ്. 349, 3 എന്ന് പറഞ്ഞാൽ ഹിജ്റ 3-ൽ ജനിച്ചിട്ട് ഹിജ്റ 49 വഫാത്തായി. റളിയല്ലാഹു അൻഹു വറല്ലാഹു അന്നാ ആമീൻ. അവിടാ പറഞ്ഞത് വകാന യഖൂലു ലി ബനീഹി വബനി അഖീഹി, സ്വന്തം മക്കളോടും പറയും സഹോദരന്റെ മക്കളോടും പറയും. സഹോദരനാരാ? ഹുസൈൻ. തഅല്ലമുൽ ഇൽമ, നിങ്ങൾ ഇൽമ പഠിക്കണം മക്കളെ, ഇൽമ പഠിക്കണം മക്കളെ, അതിങ്ങനെ പറയും. ഫഇല്ലം തസ്തതിഉ ഹിഫ്ളഹു, അത് മനപ്പാഠമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫക്തുബു, എഴുതണം. എല്ലാം ഓർമ്മിച്ച് വെക്കാൻ കഴിയില്ല. വദഉ ഫീ ബുയൂതിക, അത് നിങ്ങൾ പുറകെ സൂക്ഷിക്കുകയും വേണം. എല്ലാം കാണാപ്പാടാക്കാൻ കഴിയില്ല. ഫഇന്നകും ഇൻ തകൂനു സിഗാറ ഖൗമിൻ, നിങ്ങളിപ്പോൾ കൗമിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ആളാ, സിഗാറാണ്, എന്നാലും ഇൽമുണ്ടെന്താക്കും നിങ്ങൾ വലിയ ആളായിട്ട് മാറും. ഇബ്നു അബ്ബാസ് തങ്ങളെ കണ്ടിട്ടില്ലേ? ഫസൗഫ തകൂനൂന കിബാറ ഖൗമിൻ ആഖരീൻ, ഒരു വിഭാഗം ഖൗമിൻ്റെ കിബാറായി മാറുന്നു ഇൽമുണ്ട്. ومما يروى عن أخيه الإمام حسين بن علي رضي الله عنه, സഹോദരൻ തന്നെ പറഞ്ഞില്ല, سيدنا الإمام الشريف الكامل صبت رسول الله صلى الله عليه وسلم ريحانته من الدنيا ومحبوبه والأشبه به എന്നാണ് തങ്ങളോട് ഏറ്റവും സാദൃശ്യം. രണ്ടാക്കും സാദൃശ്യമുണ്ട്. ഇത് അഷ്ബഹൻ മീൻ സദ്രിഹി ഇദാ ഖദമൈഹി, സദർ മുതൽ. അത് അബു അബ്ദുല്ലാഹിൽ ഹുസൈൻ ഷഹീദ് അലൈഹിസ്സലാം 461. അപ്പോൾ ഒരു കൊല്ലത്തെ വ്യത്യാസമുണ്ട്. قوله اعلموا أن حوائج الناس إليكم من نعم الله عز وجل عليكم എന്നാണ്. നിങ്ങളിലേക്ക് ജനങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ട്. അവിടെ പോകാൻ, ഇവിടെ പോകാൻ, ഇവിടെ സംസാരിക്കാൻ, അങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് പോകാൻ, പല ബൈക്കുന്ന ആൾ പല പരിപാടിയിട്ടും വരുന്നു. അത് നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്യുന്ന വലിയ നിയമത്താണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താക്കും? നിങ്ങളിൽ കൂടി അല്ലാഹു തആല വെട്ടിക്കൊടുക്കുകയാണ്. അത് ഓരോ ഷറഫ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും ഉത്തരവാദിത്തം കൊണ്ടുപോകാം. വലിയ ഡോക്ടറിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പല സാധാത്യങ്ങളെ പരിക്കൊക്കെ എല്ലാവരും പോകുന്നില്ലേ, എല്ലാ പരിപാടിക്കും സാധാത്യങ്ങളി. അതുകൊണ്ട് പല തമല്ലു നിഅമ, ആ ചെയ്ത നിയമങ്ങൾ വെറുക്കാൻ പാടില്ല.
ഓ എത്ര ആളാവും എന്ന്, എനിക്ക് ഉറങ്ങാനൊന്നും നേരില്ല, തുണ്ണാനൊന്നും നേരില്ല, കുടിക്കാനൊന്നും നേരില്ല എന്നിട്ട്. ഇന്നാളെ ഞങ്ങളേക്ക് ശഹാബദങ്ങൾക്ക് കാണാൻ പോയി. അന്ന് 5000 ആൾ വന്നു പറഞ്ഞു. ഇരിക്കാൻ സ്ഥലയിലേക്ക് മരത്തിൻ്റെ കൊമ്പത്ത് കയറിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ചേർന്നിട്ട് ഭൂമിയിൽ കാല് വെക്കാൻ സ്ഥലയിലേക്ക്. ഞാനും എ വി അഹമ്മദാജിയും കുറച്ചാളും കൂടെ പോയിരുന്നു, ഓരോ മകനും അജിനെ ഒന്ന് പറയാൻ എന്തോനും 5000 ആൾ. മൂപ്പർക്കുണ്ട വെള്ളം എടുക്കും. അങ്ങനെ എല്ലാവർക്കും ഒരു പോലെ, എല്ലാവർക്കും ഒരു വ്യത്യാസമില്ല. എനിക്ക് ഉറങ്ങാനൊന്നും വേണ്ട, തിന്നണ്ടേ, ഒന്നുണ്ടാവും, ഒന്നുമില്ല. അതാക്കും അത് നിഅമത്തിനെ നിങ്ങൾ മടുക്കാൻ പാടില്ല. ഇപ്പൊ തഊദനിക്കമൻ അതെന്താക്കും, നിഅമത്ത് ഒരു നിക്കമത്തായി മാറിപ്പോകുന്നതാണ്. നിക്കമത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ഒന്നും മതിയല്ലോ, എന്തോ തെറ്റിന് വേണ്ടിയുള്ള ശിക്ഷ, ഉഖൂബത്ത്. വഅലമു അന്നൽ മഅറൂഫ യുക്സിബു ഹംദൻ, നല്ല കാര്യങ്ങൾ ചെയ്താൽ എന്താക്കും, അത് ഹംദിനെ നിങ്ങൾ സമ്പാദിച്ചു തരും. വയുഅഖിബു അജ്റൻ, അതിന് അല്ലാഹുവിന്റെ വകന്ന് പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഫലൗ റഅയ്തുമുൽ മഅറൂഫ റജുലൻ എന്ന് പറയുന്നത്, ഈ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്യുന്നില്ല, മുമ്പ് പറഞ്ഞല്ലോ അഖലും ശറഉം അത് നല്ലതാണ് എന്ന് പറയുന്നതിനൊക്കെ മഅറൂഫ് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ കണ്ടു നോക്കാൻ, റജുലൻ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ അതാ ല റഅയ്തുമുഹു റജുലൻ ഹസനൻ ജമീലൻ യുസിറുൻ നാദിരീൻ യസുറുൻ നാദിരീൻ വയഫൂഖുൽ ആലമീൻ. ആ റജുലായി കണ്ടാൽ നല്ല ഹസനായ റജുലി, ജമീലായ റജുലി, കാണുന്ന ആൾക്കൊക്കെ എന്താക്കും, ആനന്ദമുണ്ടാക്കും, എല്ലാത്തിനെയും മറികടക്കുന്ന റജുലായിട്ട് കാണാൻ കഴിയും. അതിനെ രൂപപ്പെടുത്തിയാൽ വലൗ റഅയ്തുമുൽ ലുഉമ, ഇനി ഈ മഅറൂഫിന്റെ മുമ്പിൽ ലുഉമ് റജുലൻ ഒരു വ്യക്തിയായി കാണുകയാണെങ്കിൽ റഅയ്തുമുഹു റജുലൻ മുസ്തമജ്ജൻ മുശവ്വഹൻ തൻഫിറു മിൻഹുൽ ഖുലൂബ് വതുഖല്ലു മിൻഹുൽ അബ്സാർ, ഒരു വികൃതമായ റജുലായിട്ട്, കോലം മാറിയ റജുലി, അതിൻ്റെ രൂപം തന്നെ തൻഫിറു മിൻഹുൽ ഖുലൂബ്, കൽബുകളെല്ലാം വെറുത്തു പോകും. മാത്രമല്ല കാണുമ്പോൾ കൂടുതൽ കാണണ്ടെന്ന് വെച്ചാൽ കണ്ണടച്ചു പോകും, അങ്ങനെയുള്ള വികൃതം. ഇനി വമൻ ജാദ സാദ, ഒരാൾ ധർമ്മം ചെയ്യുന്നോ എന്ന അവൻ നേതാവായി, സാദയസൂടു. വമൻ ബഖിലതല്ല, ബഖീൽ തരം കാട്ടിയാൽ അവൻ വരിയിലായി. വമൻ തഅജ്ജല ലി അഖീഹി ഖൈറൻ വജദഹു ഇദാ ഖദിമ അലൈഹി ഗദൻ. ഈ തഅജ്ജല എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ചിട്ടുള്ള എന്താക്കി, തലയെക്കുട്ടി കൊടുത്ത് സഹോദരന് ഒരു ഖൈറിനെ കൊടുത്തു. എന്നാലോ നാളെ അവനെ കണ്ടുമുട്ടുന്ന അവസരത്തെ അതിൻ്റെ പ്രതിഫലം കാണാൻ കഴിയും. വമാ തുഖദ്ദിമു എന്ന് പറഞ്ഞില്ലേ, ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഇൻതഹ, ഇതെവിടെ നിന്ന് എടുത്തതാ, നഖല മിൻ യഖ്ദിൽ ജവാഖിദിൽ ജൗഹരി എന്ന് എടുത്തതാണ് ഇമാമി ഹൈദറൂസ് ബിൻ ഉമർ അൽ ഹിബിസി റളിയല്ലാഹു അൻഹു. ഇവിടെയുള്ള കിതാബാണ്. വകതബൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അലാ സൈഫിഹി, ഹുസൈൻ റളിയല്ലാഹു അൻഹു വാളിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, അർറിസ്ഖു മഖ്സൂം വൽ ഹരീസു മഹ്റൂം വൽ ബഖീലു മദ്മൂം വൽ ഹാസിദു മഗ്മൂം എന്ന വാക്ക. റിസ്ഖ് മഖ്സൂമാണ്, ഓരോരുത്തർക്കും എത്ര അളവ് കൊടുക്കാനുണ്ട്, എത്ര വായു ശ്വസിക്കും, എത്ര കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടും, എത്ര വെള്ളം കുടിക്കും, എത്ര റിസ്ക്കും, എത്ര നെയ്ച്ചോറ് വയ്ക്കും, എത്ര ബിരിയാണി വയ്ക്കും, എന്തിൻ്റെ എല്ലാം ഇറച്ചി തിന്നും, എത്ര മീൻ കൂട്ടും, എല്ലാം അല്ലാഹു തആല തഖ്സീമാക്കിയിട്ടുണ്ട്. അത് മുമ്പേ ഉണ്ട്, അത് മഖ്സൂമാണ്. ഇനി അതിനാക്കാണ് അല്ല തന്നതിനാക്കാണ് ഏറെ കിട്ടണോ എന്ന് ഹിർസ് വെച്ചാൽ അത് കിട്ടൂല, മഹറൂം കുറയൂല എന്നല്ലല്ലോ മഹറൂം എന്ന്, കിട്ടൂല. വൽ ബഖീലായ ആൾ മദ്മൂമാണ്. ഹാസിദോ, ഹാസിദിന് എപ്പോഴും ഗമ്മാണ്. കാരണം ഇവൻ എത്തി നോക്കുന്നു, ഓനിക്കെന്ത് പറ്റി, ഓൻ പലയിടത്തിട്ടുണ്ടാവും, കച്ചവടത്തിന് പോകുന്നുണ്ടാവും, അവനിക്ക് വണ്ടി ഉണ്ടാവും, ഇതെല്ലാം 24 മണിക്കൂർ ആണെന്നാട്ടും ഈ ഗമ്മിലൊക്കെ എത്തിവിട്ടു. അല്ല ഇപ്പോഴുള്ള ഇതിനാക്കണ കുറച്ച് ഏറിയുന്നുണ്ട്, ഇവനിക്ക് ഉറക്കില്ല, ഇവ ഒന്നിലില്ല, തിന്നാനും കുടിക്കാനും ഒന്നിലും നേരില്ല. ومما يروى عن الإمام محمد بن الحنفية, ആരാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വിഭാഗത്തിലുള്ള മോനാണ്. അത് നമ്മൾ ശമായിലിൽ പഠിച്ചിട്ടുണ്ട്, ഫാത്തിമ ബീവിയിലല്ല. ഇബ്ൻ അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആരാണ് പറഞ്ഞല്ലോ, അൽ ഇമാമു സയ്യിദു, അലിയാർ തങ്ങൾക്കല്ലേ ഉസ്ബേ, അൽ ഇമാമു സയ്യിദു അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അലി ഇബ്ൻ അബി താലിബ്. ഹിജ്റ 21 ജനിച്ച് 81 വഫാത്ത്.
അഖുൽ ഹസനി വൽ ഹുസൈൻ ആരെ ഉപ്പാത്തത് ഗൈറ അന്ന ഉമ്മഹുമാ ഫാത്തിമത്തുൽ സഹറ ഹസൻ ഹുസൈൻ തങ്ങളെ ഉമ്മയാരാന്ന് ഫാത്തിമ ബീബിയാണ് വ ഉമ്മുഹു ഖൗലത്തു ബിൻത് ജാഫറിൽ ഹനഫിയ അതെ ഫനുസിബ ഇലൈഹിമാ അവർ രണ്ടാളിലേക്ക് ചേർക്കപ്പെട്ട് തംയീസൻ ലഹു അൻഹുമ എന്തിനാണ് മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്ന് കൊടുത്തത് എന്തിനാ മുഹമ്മദ് ബിൻ അലി ബിൻ അബി താലിബ് പറഞ്ഞ പോലെ അന്നേരം എന്തൊക്കെ ഹസൻ ഹുസൈൻ്റെ ഷഖീഖായ അഖാൻ തോന്നിപ്പോകും മനസ്സിലായില്ല അപ്പൊ ഉമ്മാരെ കാന വാസിഅൽ ഇൽമ് വർദ്ധിച്ച ആളായിരുന്നു വലിയ വറഉള്ള ആളാണ് അസ്വദുൽ ലൗനി കറുത്ത ആളാണ് കറുത്ത ആള് തങ്ങാവൂല എന്ന് വേണ്ട ബുഖാരി സാദാത്യങ്ങൾ തങ്ങന്മാരെല്ലാം തെളിവെടുത്തിന് കറുത്തിന് നിന്നാണ് ഞാൻ പറഞ്ഞ വെളുത്താൽ സയ്യിദാകല യൂറോപ്പന്മാർ വെളുത്തിട്ടുണ്ടല്ലോ നല്ല നൂറ്റം കെട്ട പോലെ പണ്ടാരോ പറഞ്ഞ ആ ചണ്ടി വാരി കോരി ഇളക്കുന്നുണ്ട് ഇപ്പോൾ അതിനൊക്കെ മറുപടിയും കൊടുത്തു അതിൻ്റെ എന്തായിക്കൊണ്ടാണ് എന്താക്കിയത് മൗലൽ ബുഖാരി തങ്ങളുടെ റാത്തീബത്തിൽ മൂപ്പർ കംപ്ലീറ്റ് നെസബ സുബൂത്താക്കിയത് ഇപ്പോൾ അരമലക്കന്മാർ എന്നോർ തങ്ങന്മാരല്ലോ പോലും പിന്നെ ഇവനാ തങ്ങള് അപ്പൊ അസ്വദല്ലവനായതുകൊണ്ട് തങ്ങളെല്ലാം വീഴൂല അഹദുൽ അബ്താറിൽ അശിദ്ദായി ഫീ സദ്രിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നിന്നില്ല വലിയ ധീരനാണ് വലിയ ശക്തവാനുമാണ് മൂപ്പർ തോപ്പിക്കാനായിരിക്കും കഴിയൂല അത്രമാത്രം ധീരനായി അതെ മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു അൻഹു അവരുടെ പേര് തന്നെ കുറേശ്ശെ ഹാഷിമി അലിയാർ തങ്ങളെ മോനല്ലേ ഫാത്തിമ ബീബിയും ഇല്ലാന്നേലുള്ളൂ ഖൗലുഹു ലൈസ ബിഹകീമിൻ മൻ ലം യുആശിർ ബിൽ മഅറൂഫ് മൻ ലാ യജിദു മിൻ മുആശറതിഹി ബുദ്ദ നമുക്ക് ആരോടെങ്കിലും ഒരു മുആശറത്ത് ചെയ്യണം അത് ഒഴിവാക്കാൻ പാടില്ല നമുക്ക് ആളെ കൂട്ടുകെട്ടിയേ വെച്ചു അങ്ങനെയുള്ള ഒരാളോട് മഅറൂഫോടുകൂടി പെരുമാറാത്ത ആളെ ഹക്കീമാവില്ല ഇവർക്ക് കൂട്ടുകെട്ടൻ അനിവാര്യമായ ഒരാള് അയാളോട് മഅറൂഫോടുകൂടി പെരുമാറുന്നില്ല ഉദാഹരണം ഭാര്യയിൽപ്പെട്ട വാശറൂഫുൻ ബിൽ മഅറൂഫ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും കുഴങ്ങുന്ന ആളുണ്ടാവും അതാ ഹത്താ യജഅലല്ലാഹു ലഹു മിൻഹു ഫർജൻ വമഖ്റജ ചിലപ്പോൾ കൂട്ടുകൂടേണ്ട ആളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ അള്ളാഹു ഫർജുണ്ടാക്കുന്നവരെ ക്ഷമിച്ചിട്ട് നീ മുആശറത്തുൽ ബിൽ മഅറൂഫ് ആയിക്കോന്നാ പറഞ്ഞു അല്ലെങ്കിൽ ഹക്കീം പദവി വഖീല ലഹു മുഹമ്മദ് ബിൻ അൽ ഹനഫിയോട് ചോദിച്ച് ഇന്ന അബാക യളിന്നു ബിൽ ഹസനി വൽ ഹുസൈൻ ഹസനും ഹുസൈൻ എന്താക്കും യുദ്ധത്തിനയക്കാതെ എന്താക്കും ഒരു ഭാഗത്ത് സൂക്ഷിക്കും എന്നിട്ടോ യുഖദ്ദിമുക ലിൽ ജിഹാദിനുള്ള നിങ്ങളെ മുമ്പിലാക്കുന്നു ആരെ മുഹമ്മദ് ഹനഫിയാണ് ഫഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ഹസനു വൽ ഹുസൈൻ ബിമസാബത്തി ഐനൈഹി മൂപ്പര രണ്ട് കണ്ണിന്റെ സ്ഥാനത്താണ് ഹസനും ഹുസൈൻ വാന ബിമസാബത്തി യദൈഹി ഞാൻ രണ്ട് കയ്യിന്റെ സ്ഥാനത്താണ് അപ്പൊ കൈ ഉപയോഗിച്ച് കണ്ണ് കാക്കുകയാണെന്ന് പറഞ്ഞു ഫഹുവ യത്തഖി ഐനൈഹി ബിയദൈഹി രണ്ട് കൈ ഉപയോഗിച്ചിട്ട് എന്താക്കുന്നത് രണ്ട് കണ്ണിന് കാക്കുക നല്ല മറുപടിയാണ് വഖതബൈലിഹിൽ ഹജ്ജാജില്ലേ നമുക്കറിയാലോ കൊലപാതകം ചെയ്യുന്ന ആള് അതാ അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ആരാണ് 40 ജനിച്ചിട്ട് 95 മരണം അതാ വാലി ബനി ഉമയ്യ ബനു ഉമയ്യത്തിന്റെ വാലിയാണ് അലൽ ഇറാഖി വൽ ഹിജാസ് 20 ആമ 20 കൊല്ലമാണ് قال الحافظ الذهبي في سير النبلاء പറയുന്നു കാന ളലൂമൻ വലിയ അക്രമിയായിരുന്നു ജബ്ബാറൻ നാസബിയൻ ഖബീസൻ സഫാക്കൽ ലിൽദിമാ ചോര ഭയങ്കരമായി ചൊലിപ്പിക്കുന്ന ആളാണ് ആരെ നോക്കാതെ കണ്ടു കൊല്ലുന്ന ആളാണ് ഭയങ്കരമായ അക്രമിയാണ് ഹത്ത കാല റഹബിയാണ് പറയുന്നത് നമ്മളവനെ ചീത്ത പറയലാണ് നമുക്ക് അവനോട് സ്നേഹമേ ഇല്ല അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മളോട് വെറുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പ് എന്ന് പറഞ്ഞില്ലേ അത് ഈമാനിന്റെ പൊട്ടാത്ത കയറാണെന്ന് പറഞ്ഞു സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവനോടുള്ള വെറുപ്പ് ഈ ഹജ്ജാജ് കത്തെഴുതി ആരിക്ക് മുഹമ്മദ് ബിൻ ഹനഫിയക്ക് എന്താണ് യതഹദ്ദദുഹു വയതവഅദുഹു
ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിച്ചറിയിക്കുകയും ചെയ്യുന്ന ഒരു കത്ത്. ഫകതബൈലൈഹി തിരിച്ചു മറുപടി അയച്ചു ഹജ്ജാജിന്, ഇന്നലില്ലാഹി അസ്സ വജല്ല സലാസമിയത്തിൻ വസിത്തീന നദ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 360 നോട്ടമുണ്ട് പടപ്പുകളൊക്കെ. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും 360 നോട്ടം. വാന അർജു അൻ യൻദുറല്ലാഹു ഇലയ്യ നദ്റതൻ. എന്നിട്ടോ ആ 360 നിന്ന് ഒറ്റ നോട്ടം അള്ളാഹു എന്നെ കൊണ്ട് നോക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി യംനഉനി ബിഹാ മിൻക, നോട്ടം കൊണ്ട് നിന്റെ ശരീരത്തെ തൊട്ടിൽ അള്ളാഹ് എന്നെ കാക്കും. അനസ് ഇബ്നു മാലിക്കിനോട് ഞാൻ പറഞ്ഞില്ലേ, നബിയുടെ 10 കൊല്ലത്തെ ഖാദിമല്ലെങ്കിൽ നീ എടുക്കുന്ന പണിയാണ്. നീ എന്താടാ എനിക്ക് എടുക്കല്, എൻ്റെ രോമം തൊടാൻ കഴിയില്ലെന്ന് അത്ര ധീരമായി സംസാരിക്കും. ആ ദുആ കൊടുക്കുമ്പോൾ പറഞ്ഞില്ല. അപ്പം മറുപടിയല്ലേ, 360 നോട്ടത്തിൽ നിന്ന് ഒരു നോട്ടം എന്നെ നോക്കിയാൽ നിന്റെ ശ്രദ്ധകളെ തൊട്ട് അള്ളാഹു എന്നെ കാക്കും. ഇനി ഫമിൻ ദാലിക മാ യുർവാനിൽ ഇമാമി അലിയ്യിൻ സൈനുൽ ആബിദീൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ മക്കളായി ഇറങ്ങി വരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലിയ്യിൻ സൈനുൽ ആബിദീൻ. കണ്ടോ, അലിയാർ തങ്ങളുടെ പേരക്കുട്ടിയായി. ആരാന്നറിയോ? സയ്യിദുൽ ഇമാമു അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അൽ ഹാഷിമി അൽ ഖുറശി അൽ മുലഖബി സൈനുൽ ആബിദീൻ എന്ന ലഖബാണ്. നമ്മുടെ ചരിത്രം ഓതിയിട്ടുണ്ട്. 100 വീടുകളിലേക്കല്ലേ രാവിലെ ബാതിൽ തുറക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കിറ്റ് അവിടെ കാണും. ധാരാ കൊണ്ടേക്കുന്ന മനസ്സിലാകുന്നില്ല. 100 പര മൂപ്പർ ഒഫാത്തായി. അപ്പോൾ ഇത് മുങ്കത്തി ആളില്ലല്ലോ. മൂപ്പറെ കുളിപ്പിക്കുന്ന അവസരത്തിൽ കണ്ടാണ് പുറത്ത് താമ്പ് ഈ ലോഡ് വഹിച്ചിട്ട് പുഷ്പങ്ങളൊക്കെ ശരീരം താമ്പ് കെട്ടിയാണ്. ഈ ലോഡ് വെച്ചിട്ട് ഓരോ പരക്കം കൊണ്ട് കൊടുത്തിട്ട് 38 ജനിച്ചിട്ട് 94 വഫാത്ത്. അഫ്ളലു അഹ്ലി സമാനിഹി, ആ കാലഘട്ടത്തിൽ ഇനി ഏറ്റവും അഫ്ളലായ ആള്. വാഹിദു മൻ യുളറബു ബിഹിം അൽ മസലു ഫിൽ ഹിൽമി വൽ വറഅ. ഹിൽമിൻ്റെ സഹനശക്തി, വറഇൻ്റെ വിഷയത്തിൽ ഒരു ഉപമയായിരുന്നു. സൈനുൽ ആബിദീനെ പോലെ. യുഖാലു ലഹു അലിയുൽ അസ്ഗർ എന്നും ഓർക്ക് പേരുണ്ട്. എന്തിനാ? തമ്മീസൻ ലഹു അൻ അഖീഹി അലിയുൽ അക്ബർ. അതാ അലിയുൽ അക്ബർ വേർതിരിക്കാൻ. അസ്ഗർ ചെറുതായത് കൊണ്ടല്ല. അതുപോലെ ഇസ്മായിലുൽ അക്ബർ ഉണ്ട്, ഇസ്മായിലുൽ അസ്ഗർ ഉണ്ടല്ലോ ബുഖാരിയിൽ. ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ നേരെ മകൻ ഇസ്മായിലുൽ അക്ബർ, മറ്റേക്കിൽ ഇസ്മായിലുൽ അസ്ഗർ കിടക്കുന്നുണ്ട് കുഞ്ഞുമംഗലത്ത്. അപ്പം അവർ സഗീറായത് കൊണ്ടല്ല, ആ ഇസ്മായിൽ മാറാതിരിക്കാൻ വേണ്ടി ഒരു സാധനമാണ്. അതെ, മൗലിദുഹു വഫാത്തുഹു ബിൽ മദീന, ജനനവും വഫാത്തും മദീനയിലാണ്. വലൈസലിൽ ഹുസൈനി അസ്സിബത്ത് അലിഹിസ്സലാം ദുർദിയത്തൻ ഇല്ലാ മിൻഹു, ഹുസൈൻ തങ്ങൾക്ക് അവരുടെ മക്കൾ നിന്നല്ലാതെ എന്നിട്ട് അതിൽ അസിബത്ത് ഉണ്ടായിട്ടില്ല. അലീബിനു ബിനുൽ ഹുസൈൻ അണക്കി ഖാല ലാ തസ്ഹബന്ന ഖംസതൻ, 5 കൂട്ടക്കാരോട് നീ സുഹബത്ത് കെട്ടാൻ പാടില്ല. വലാ തുറാഫിഖുഹും ഫീ തരീഖിൻ, യാത്ര പോകുമ്പോൾ അവരുടെ കൂട്ടിൽ യാത്ര എന്നിട്ട് റഫീഖാക്കാനും പാടില്ല. 1 ലാ തസ്ഹബ് ഫാസിഖൻ, ഫാസിഖിനോട് യാത്രയിൽ കൂട്ടാൻ പാടില്ല, കൂട്ടുകൂടിയും വേണ്ട. ഫഇന്നഹു യബിഉക ബിഅക്ലിഹി ബിഅക്ലത്തിൻ ഫമാ ദൂനഹ, ഓരോ നേരത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടി നിന്നെ വിറ്റ് കളയും. പറഞ്ഞില്ലേ, ഓനിക്ക് അത്രേ വേണ്ടു. ഖീല ഫമാ ദൂനഹ, ഏത് ബിഅക്ലത്തിൻ ഫമാ ദൂനഹ പറഞ്ഞില്ലേ. ഈ ഫമാ ദൂനഹ എന്താന്ന് ഞാൻ ഉദ്ദേശിച്ചത്? ഉക്കിലത്ത് പറഞ്ഞില്ലേ, ഉക്കിലത്തിന് ആ കാണാൻ താഴെയുള്ളത് എന്താണെന്ന് ചോദിച്ചു. ഖാല യത്മഉ ഫീഹാ വലാ യനാലുഹാ, ആ ഉക്കലത്തിൽ ആഗ്രഹിച്ചു എന്നിട്ടോ അത് കിട്ടുന്നില്ല, എന്നാലും നിന്നെ വെക്കും. വലാ ബഖീലൻ, രണ്ടാമത്തെ ആളല്ല, ബഖീലിനോട് കൂട്ടുകൂടാൻ പാടില്ല. നേരത്തെ പറഞ്ഞു ഫഇന്നഹു യഖതഉ ബിക അഹ്വജ മാ തകൂനു ഇലൈഹി, അവനിലേക്ക് നിനക്ക് എപ്പോഴും ആവശ്യമാകുന്ന സമയത്ത് എന്താക്കും, നിന്നെ കൈയൊഴിക്കും. 3 വലാ കല്ലാബൻ,
കളവ് പറയുന്നവനോട് കൂടാൻ പാടില്ല. ഫൈന്നഹു ബിമൻസിലത്തി സറാബി, സറാബിന്റെ സ്ഥാനത്താണ്. സറാബ് എന്ന് പറഞ്ഞാൽ വെയിലത്ത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നും. ആടെ പോയി നോക്കുമ്പോൾ അപ്പുറം വെള്ളം ഉണ്ടെന്ന് തോന്നും. മരുപ്പച്ച. യുബ്ഇദു മിൻകൽ ഖരീബ വയുഖദ്ദിമു മിൻകൽ ബഈദ്. അത് നേരത്തെ കണ്ടിട്ടുണ്ട്. അടുത്തതിനെന്താക്കും? അകറ്റും, അകന്നതിനെ അടുപ്പിക്കും. ഇനി നാലാമത്തെ അല്ലേ, വല അഹ്മക്ക, അത് മുമ്പ് പറഞ്ഞു. അഹ്മക്കിനോട് കൂട്ടുകൂടാൻ പാടില്ല. ഫഇന്നഹു യുരീദു അൻ യൻഫഅക, എനിക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ആള് കൊണ്ടുവച്ചാൽ ഫയന്നുറക്ക, എനിക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല. വല ഖാതിഅ റഹ്മിൻ, ഖത്ഉ റഹ്മ്, കുടുംബബന്ധം മുറിക്കുന്നവനെ. ഫഇന്നി വജദ്തുഹു മൽഊന ഫീ കിതാബില്ലാഹി ഫീ സലാസതി മവാദിഅ, 3 സ്ഥലത്ത് ഖുർആനിൽ അവൻ മൽഊനാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 5 വമിൻ കലാമിഹി റളിയല്ലാഹു അൻഹു, കലാമിൽപ്പെട്ടതാണ് ളല്ല മൻ ലൈസ ലഹു ഹകീമുൻ യുർശിദുഹു, ഒരു മനുഷ്യൻ വെടിപിടച്ചു പോയി. എങ്ങനത്താണ്? ലൈസ ലഹു, അവനില്ല, അവന് വെടികാട്ടുന്ന ഒരു ഹക്കീമായ ശൈഖോ ഉസ്താദോ നേതൃത്വമോ ഇല്ലാത്ത ആൾ വെടിപിടച്ചു പോയി. വദല്ല മൻ ലൈസ ലഹു, പിന്നെ സഫീഹുൻ യഅ്ദുഹു, ഇനി നിസ്സാരനായി. ആര്? മൻ ലൈസ ലഹു സഫീഹുൻ യഅ്ദുഹു, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സഹായം നൽകുന്ന ഒരു സഫീഹ്, അയാൾ ഒരു ഖാദിമ് വേണം. അല്ല ഓനാക്കാണ് വേണ്ട, എനിക്കെന്താ പറയുക, ഞാനെന്തിനാ അവനിക്ക് പണിയെടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പണിയെടുക്കുമോ? അവനിക്കൊരു സഫാഹത്ത് വേണം. ഇനി വമിൻഹു അർബഉൻ ദുല്ലുഹുന്ന ദുല്ലുൻ, മുസ്ലിമിലുള്ളത് അത് കഴിഞ്ഞ് ഒമിൻഹു എന്ന് പറഞ്ഞാൽ മുപ്പറ കലാമിൽപ്പെട്ടത് വേറെ തുടങ്ങിയെന്ന്. അതിനൊക്കെ വേറെ ഇബാറത്തുണ്ടാ? സഫീഹിന്റെ സിഫത്താണ് ഇത്. യഅ്ലുദുഹു, അവനിക്ക് താങ്ങും തണലായിട്ട് ഇവനിക്കൊരു ഹാദ്യമായി നടക്കണ്ടേ. സഫീഹ് ബുദ്ധി പറഞ്ഞാണ് ആടങ്ങനല്ല ഇബാറത്തുള്ളത്. പിന്നെന്താണ്? അതായത് ഓൻ വലിയ ആളായിട്ട് ഞാനെന്തിനാ എനിക്ക് ഹിദ്മത്ത് എടുക്കേണ്ടതെന്ന് ചോദിച്ചെങ്കിൽ പിന്നെ ഓൻ ഹാദിമാവൂലല്ല. അർബഉൻ ദുല്ലുഹുന്ന ദുല്ലുൻ, 4 അതിൻ്റെ ദുല്ല് ഭയങ്കര ദുല്ലാന്ന്. ആൽ ബിന്തു, പെമ്മക്കള്, ഓലോ മറിയം ബീബി തന്നെ ആയിക്കോട്ടെ, എന്നുവെച്ചാൽ അത്രമാത്രം നന്നാലും എന്നെ കൊണ്ട് ദുല്ലുണ്ട്. വദ്ദൈനു, 2 കടം, ഒലോ ദിർഹം, ഒരു ദിർഹമിൻ്റെ കടമായാലും അത് കടം, അത് കടം തന്നെയാണ്. എന്നല്ലാണ്ട് കോടി കടം വാങ്ങിയിട്ട് മുട്ടുകടി എന്ന് പറയുന്നത് പിന്നെ അത് നുൽമ അഭിമാനാക്കുന്നതാക്കി പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അങ്ങാടി തുണിയിച്ചാലും അഭിമാനം തന്നെയല്ലേ. വൽ ഖുർബ, അതുപോലെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നെല്ലാം അകന്നിട്ട് കഴിഞ്ഞുകൂടല്. വലൗലൈല, ഒരൊറ്റ രാത്രിയായാലും അത് ദുല്ലാണ്. വസ്സുആലു, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ചോദിക്കല്. വലോ കൈഫത്തരിയേക്ക്, വഴിയെവിടെയാന്ന് ചോദിച്ചാൽ തന്നെ സ്വാൽ തന്നെയാണ്. വകാന റളിയല്ലാഹു അൻഹു യഖൂലു, പറയുന്നു, അജിബ്തു ലിൽ മുതകബ്ബിരിൽ ഫഖൂരിൽ ലദീ കാന ബിൽ അംസി നുത്ഫത്തൻ മദിറ, ഒരു ഫഖർ കാട്ടി നടക്കുന്ന ഒരു വ്യക്തി, കിബർ കാട്ടി നടക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. കുറച്ചു ദിവസം മുമ്പ് ഇവനായിരുന്നു നുത്ഫത്തും മദിറാന്ന്, കച്ചറയായി കണക്കാക്കപ്പെടുന്ന നുത്ഫത്താണ് ഇവന്റെ ഉത്ഭവം. ഇത് മാബാലിഫിൽ ഊതിയിട്ടുണ്ട്. കെട്ടുനാറുന്ന ശവമാണ് അതിന്റെ അവസാനം. അപ്പൊ നടുക്കാൻ നീ മനസ്സിലായിട്ട് വേണം. ആ പട്ട് പണ്ട് പാടലില്ലേ, പട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമതൊരു കൊട്ടാന്ന് അതേ പറഞ്ഞത്. വാജിബ്തു കുല്ലൽ അജബി, അജബായ അജബ് ഞാൻ വിചാരിക്കും, ലിമൻ ശക്ക ഫില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ വിഷയത്തിൽ സംശയിച്ച് അള്ളാഹ് ഉണ്ടോ ഇല്ലയോ. എത്തരത്തിൽ ബഹുവ യറാ ഖൽഖഹു വ ആയാതിഹി, അള്ളാഹു പടവെച്ച ധാരാളം ഖൽഖുകളെ കണ്ടുകൊടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി തന്ന ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. ഇതെല്ലാം കൺമുമ്പിൽ വെച്ചിട്ട് അള്ളാഹ് ഉണ്ടോ. വഅജിബ്തു ലിമൻ അൻകറ നശ്അത്തൽ ആഖിറ, പരലോകത്തുള്ളൊരു ജീവിതം ഇൻകാറാക്കുന്ന ഒരാളുടെ കാര്യത്തിൽ. എന്തുകൊണ്ട്? ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇതുവരെ ജീവിക്കുന്നില്ലേ, ഇതുപോലെ തന്നെയല്ലേ മറ്റേതു.
വഹുവ യറൻ നശ്അത്തൽ ഊലാ, ഒന്നാമത്തെ ജീവിതം അവൻ കണ്ടിട്ടുണ്ട് ദുനിയാവിൽ. വഅജിബതു ലിമൻ അമില ലിദാരിൽ ഫനാഇ, നശിച്ചു പോകുന്ന ദാറിന് വേണ്ടി അമൽ ചെയ്ത ഒരാളിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. വതറക ദാറൽ ബഖാഇനെ ഒഴിവാക്കി. വഅജിബതു ലിമൻ യഹ്തമി മിനത് ത്വആമി ലിമദറതിഹി, ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പഥ്യം വെക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഇന്ന പ്രവർത്തനത്തിന് അള്ളാഹ് ശിക്ഷയുണ്ട്, അതിന് ബുദ്ധിമുട്ടുണ്ടെന്നുകൊണ്ട് ആടന്ത പത്തിയില്ലാത്ത ദോഷം കൊണ്ടുണ്ടാകുന്ന മഹറത്തിനെ പേടിച്ചിട്ട് ദമ്പിന് എന്താണ് പഥ്യം വെക്കാത്തത്? وقال رضي الله عنه إن الله خبأ ثلاثا في ثلاث, മൂന്ന് കാര്യത്തിൽ മൂന്ന് കാര്യം അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്? ഖബ്ബ അല്ലാഹു ഫീ ത്വാഅതിഹി, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ അവന്റെ റിളാനെ മറച്ചു വെച്ചിട്ടുണ്ട്. ത്വാഅത്താണോ എന്തിനാണ് റിള എന്നറിയില്ല, എല്ലാം നമ്മൾ എടുക്കണം. അതിലായിരിക്കാം. ഇതുപോലെ ഒരു മണി ചോറ് വീണാൽ എന്താ പറയും? അതിലായിരിക്കാം ബറക്കത്ത്. ആ ബറക്കത്ത് കൊണ്ടായിരിക്കും ഇവനിക്ക് താഴ്മ കൊണ്ട് കിട്ടേണ്ട കാര്യമെല്ലാം കിട്ടുന്നു. ഇപ്പം എന്താക്കും? അതുകൊണ്ട് പോയി തോട്ടിച്ചാടി, ഭക്ഷണം കൊണ്ടുള്ള ബറക്കത്ത് ചാടി. അതിന്റെ കാരണത്തല്ലേ പറഞ്ഞേ പൈന്നഹോലായതിരി ഈ അയ്യത്തിഹൽ ബറക്ക. അപ്പൊ അതിനാണ് പറയുന്നത്, ആ ഹദീസിലുണ്ടല്ലോ വീണാല് അവ വീകലുണ്ടല്ലോ, അതാ കിട്ടിയത്. അതുകൊണ്ട് ഫലാ തഹ്ഖിറൂ മിൻ ത്വാഅതിഹി ശൈഅ, ത്വാഅത്തിൽപ്പെട്ട ഒന്നും നിസ്സാരമാണെന്ന് കരുതണ്ട. ഫലഅല്ല ലില്ലാഹു ഫീഹാ, ചിലപ്പോൾ നീ നിസ്സാരമാക്കിയ ത്വാഅത്തിലായിരിക്കും അല്ലാഹുവിന്റെ റിള നടക്കുന്നുണ്ടാവില്ല. വഖബ്ബഅ സഖതഹു ഫീ മഅസിയതിഹി, അല്ലാഹുവിന്റെ മഅസിയത്തിലാണ് അവന്റെ കോപത്തിനെ മറച്ചു വെച്ചത്. അതുകൊണ്ട് ഫലാ തഹ്ഖിറൂ മിൻ മഅസിയതിഹി ശൈഅ, മാസിയത്തിൽ നിന്ന് ഒന്നും നിസ്സാരമാക്കണ്ട, അതിലായിരിക്കും ചിലപ്പോൾ അള്ളാഹിന്റെ കോപം ഉണ്ടാകല്. ഫലഅല്ല സഖതഹു ഫീഹാ വഖബ്ബഅ വിലായതഹു ഫീ ഖൽഖിഹി, അള്ളാഹിന്റെ വിലായത്തിന്റെ പദവിയില്ലേ അവന്റെ പടപ്പുകളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തഹ്ഖിറു മിൻ ഇബാദിഹി അഹദാ, അള്ളാഹിന്റെ അബദികളിൽപ്പെട്ട ആരെയും നിസ്സാരമാക്കണ്ട. ഫലഅല്ലഹു വലിയുല്ലാഹി വലിയുല്ലില്ലാഹി, അള്ളാഹിന്റെ ഒരു വലിയാവാം. ആർക്കും തിരിയില്ലല്ല. അതിന് വിലായത്തിന് കുറേ അലാമത്തില്ലേ? പച്ചത്തലീക്കെട്ടുണ്ടാകും, കട്ടൻ ചായ ഉണ്ടാകും, നിക്കാര ഒഴിക്കലുണ്ടാകും. അങ്ങനെ വലിയ അമ്മ ഉണ്ടാക്കുന്ന വലിയാണ്. ഇന്ന് വലിയ എത്തിബാരിയാണ്. ഒരു പാർട്ടിയിൽപ്പെട്ട വലിയ ഇപ്പുറത്തെ പാർട്ടിയിലുള്ള ഇടിയാണ്. അപ്പൊ വിലായത്തിന് സ്വസ്ഥമായ ഒരു സ്വതന്ത്രമായ ഒന്നുമില്ലേ? അപ്പൊ വിലായത്ത് കാണൂല. അപ്പം ഹജ്ജിലുണ്ടെന്ന് കുറെ എണ്ണിയിട്ടുണ്ട്. റമദാൻ മാസത്തെ ഒരൊറ്റ രാത്രിയും നീന്ത കളയേണ്ട ലൈലത്തുൽ ഖദ്ർ ആവാം, അങ്ങനെ തുടങ്ങിയിട്ട് 7 കാര്യം എണ്ണിയിട്ടുണ്ട്. وقال نفع الله به إن قوما عبدوا الله رهبة, ചില ആളുകള് അള്ളാഹുവിന്റെ അദാബിനെ പേടിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുന്നുണ്ട്. ആ ഇബാദത്ത് എന്താ? ഫതൽക ഇബാദത്തുൽ അബീദ്, അത് അടിമകൾ ചെയ്യുന്ന ഇബാദത്താണ്. യജമാനന്റെ അടി കിട്ടുമെന്ന് വെച്ചിട്ട് പണിയെടുക്കും. വആഖരീന അബദൂഹു റഗ്ബതൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുന്ന ആളുണ്ട്. ഫതൽക ഇബാദത്തു തുജാർ, അത് കച്ചവടക്കാരാണ്, ലാഭം കിട്ടണല്ല. വഖൗമൻ, ഒരു ഖൗമ അബദുല്ലാഹ ശുക്റൻ, ശുക്റായിക്കൊണ്ട് അള്ളാഹു നമുക്ക് ജന്മം നൽകി, ഹിദായത്ത് നൽകി, കണ്ണ് നൽകി, മൂക്ക് നൽകി, കാത് നൽകി, പലതും നൽകി. ശുക്ർ. ഫതിൽക ഇബാദത്തുൽ അഹ്ദാർ, അതാണ് സ്വതന്ത്രന്മാരുടെ ഇബാദത്ത്. അതിന് ഗ്രേഡ് കൂട്ടി. വമിൻ ദാലിക, മൂപ്പറ കലാമാണ് മാ റുവിയ അനിൽ ഇമാമി മുഹമ്മദിൽ ബാഖിർ ഇബ്നു അലി സൈനുൽ ആബിദീൻ. അപ്പോൾ അവരുടെ പേരക്കുട്ടിന്റെ മകനായി. അതാരാണ്? മുഹമ്മദുൽ ബാഖിർ അസ്സയ്യിദുൽ ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് അൽ ഖുറശി അൽ ഹാഷിമി. 56 ജനിച്ച 114 വഫാത്ത്. ഉരിഫ ബിൽ ബാഖിർ എന്ന പേര് വന്നത് മിൻ ബഖറൽ ഇൽമ, ഇൽമിനെ കീറി പൊളിച്ചിട്ട് എന്താക്കും? അതിനെ ബോളി വെച്ചിട്ട് അതിന്റെ ഹഖീഖത്ത് കണ്ടെത്തും.
ഇൽമിൻ്റെ അസുലും കണ്ടെത്തും. അത് എവിടെ നിന്ന് വന്നതിന് ഉത്ഭവം എവിടെയാണെന്നത് കയറി അതുകൊണ്ടാണ് ബാഖിർ എന്ന് പറഞ്ഞത്. ഖാലൽ ഇമാം അൽ-ദഹബി പറയുന്നു, കാന അഹദ മൻ ജമഅ ബൈനൽ ഇൽമി വൽ അമൽ, ഇൽമിൻ്റെയും അമലിൻ്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടിയവരാണ്. വസ്സൂദത വശറഫ്, ഷറഫ് ഏതാണ്? അഹ്ലു ബൈത്താവലി, അതോടൊപ്പം നേതൃത്വം. വസ്ഖ വറസാന, ഇൽമിൻ്റെ വലിയ തൂക്കം, അതുപോലെ തന്നെ വളരെ വിശ്വസ്തനായ ഹദീസിൻ്റെ റാവിയും. വക്കാന അഹ്ലൻ ലിൽ ഖിലാഫ, ഖിലാഫത്തിന് അർഹതപ്പെട്ട ആളാണ്. വഖാല കാന അബൂ ജഅഫർ ഇമാമൻ മുജ്തഹിദൻ താലിയൻ ലി കിതാബില്ലാഹി കബീറ ഷാൻ എന്നാണ് ഉപ്പർ പറഞ്ഞത്. ഇത് അബൂ ജഅഫർ മുഹമ്മദുൽ ബാഖിർ തന്നെ റളിയല്ലാഹു അൻഹുമാ വഅൻഹും. കാന റളിയല്ലാഹു അൻഹു യഖൂലു പറയും, മാ ദഖല ഖൽബം റിഇൻ ശൈഉൻ മിനൽ കിബ്രി ഇല്ലാ നഖസ മിൻ അഖ്ലിഹി മിസ്ലു മാ ദഖലഹു മിനൽ കിബ്രി ഖല്ല ഔ കസുറ. ഒരു മനുഷ്യൻ്റെ കൽബിൽ കിബിർ കയറി എന്നാൽ ആ കിബിറിൻ്റെ വലിപ്പം അനുസരിച്ച് അക്കൽ ഇവിടുന്ന് ചോർന്നിട്ടുണ്ടാകും. അക്കലിൻ്റെ അളവ് ചോർന്നു. അതാണ് മാ കല്ല മിൻഹു ഔ കസുറ. കിബിർ കുറഞ്ഞാലും ശരി ഏറിയാലും ശരി, കുറഞ്ഞാലെന്താകും? കുറഞ്ഞ ഭാഗം. കസുറയായാലോ വലിയൊരു ഭാഗം നഷ്ടപ്പെടും. ബിഅസൽ അഖു അഖുൻ യർആക ഗനിയൻ വയഖതഉക ഫഖീറ, നീ ഖനിയ എന്ന അവസരത്തിൽ നിന്റെ ഒപ്പം കൂടും എന്തല്ലോ ആനുകൂല്യം കിട്ടാൻ വേണ്ടി. നിന്റെ അടുത്തൊന്നും ഇല്ലാന്ന് കണ്ട നിന്നെ ക്രമേണ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളൊരു അഖ് ബിഅസൽ അഖു എന്നാ പറഞ്ഞു. നമ്മളെ കേസിൽ ഉണ്ടാകുമ്പോൾ ചങ്ങായിമാരുണ്ട്. ഇവനിക്ക് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ എന്താക്കും എല്ലാം ചോർന്നു. നിന്റെ അഖിന്റെ കൽബിൽ മാരിഫത്ത് എന്താണ്? മവദ്ദത്തിനെ നീ അറിയണം, സ്നേഹല്ലേ. എന്തുകൊണ്ട്? നിന്റെ കൽബിൽ അവനിക്ക് എത്രത്തോളം കൊടുത്തിട്ടുണ്ട്? അവ സ്നേഹം താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അവനെപ്പറ്റി നിന്റെ കൽബിൽ എന്താണോ അതിനനുസരിച്ച് എന്താക്കണം? തിരിച്ചും വെക്കണം. മൻ ദഖല ഖൽബഹു സാഫി ഖാലിസ് ദീനില്ലാഹ് ശഗലഹു അമ്മാ സിവാഹു. ഒരാളെ കൽബിൽ പ്രവേശിച്ചു എന്ത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സാഫിയായ ഖാലിസായ ഒരു കാര്യം പ്രവേശിച്ചാൽ ശഗല അമ്മാ സിവാഹ്, ബാക്കി എല്ലാത്തിനും തൊട്ടും പിന്നെ സുഖലാക്കി കളി. അള്ളാഹുവിൻ്റെ ദിക്റോ അള്ളാഹുവിൻ്റെ അൻപാറോ എന്തെങ്കിലും ഒന്ന് കൽബിൽ കടന്നാലേ പിന്നൊന്നും വേണ്ട. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, മദ്ദുന്യാ, എന്താണ് ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ? വമാഅസാൻ തകൂന, എന്താ ആകാനാ പോകുന്നത്? ഹൽ ഹിയ ഇല്ലാ മർകബുൻ റകിബതഹു ഔ സൗബുൻ ലബിസ്തഹു ഔ ഇംറഅത്തുൻ അസബതഹ ഔ അകൽതുൻ അകൽതഹ. ദുന്യാവിനോട് പറയാൻ പറ്റിയ മിസാല്, ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് യാത്ര കഴിഞ്ഞപ്പോൾ എന്താക്കി? വാഹനം ഒഴിവാക്കി. രണ്ട്, അല്ലെങ്കിലോ ഒരു വസ്ത്രം ധരിച്ചു പിന്നീട് എന്താക്കി? അതൊഴിവാക്കി. അല്ലെങ്കിലോ ഒരു ഇമ്രാത്ത്, അല്ലെങ്കിലോ ഒരു ഭക്ഷണം കഴിച്ചു. അപ്പം തൽക്കാലം നഷ്ടമായിട്ട് അങ്ങോട്ട് പോയി. വഖാല റളിയല്ലാഹു അൻഹു ലിബ്നിഹി, മൂപ്പറ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇയ്യാക വൽ കസല വൽ ലജർ, നീ സൂക്ഷിക്കണം മടി. ലജർ എന്ന് പറഞ്ഞാൽ മടുപ്പ്, വൈബനസ്യം എന്ന് പറഞ്ഞാൽ ലജർ. ഒന്നിനും വയ്യ, ഒന്നിനും വയ്യ എന്ന് പറയുന്ന ഒന്നും വയ്യാണ്ടല്ലോ, അതാണ് കസല്, മടി. നമുക്കെല്ലാവർക്കും ഫഇന്നഹുമാ മിഫ്താഹു കുല്ലി ശർരിൻ, ഇത് രണ്ടുമാണ് എല്ലാ ഷർറിൻ്റെയും താക്കോല്. ഫഇന്നക ഇദാ കസിൽത ലം തുഅദ്ദി ഹഖാ, ഒന്ന് മടിയല്ലേ പറഞ്ഞത്, അത് നീ മടിക്കാനായാൽ ഒരു ഹക്കും നീ വീട്ടിലുണ്ടാവില്ല, ഒരു പണിക്കും പോകില്ല, ഒന്നും ഉണ്ടാവില്ല. വൈദാ ലജിർത, രണ്ടാമത്തെ ലജറല്ലേ, ലം തസ്ബിർ അലാ ഹഖിൻ, ഒരു ഹക്കിൻ്റെ മേൽ നിനക്ക് സബൂർ വരൂല. ലജർ മടി. യാ റബ്ബി ലാ തുഅ്തിനാ കസലം വലാ ലജറ എന്ന് പറഞ്ഞു. പാടലെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ, ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷെ എഴുന്നേലൊക്കെ കത്തുണ്ടാവും. കസലിൻ്റെ വസ്ത്രം എങ്ങനെ വരുന്നുണ്ട്? കസൽ. ലജറാൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു? ലജർ. അതിങ്ങനെ പാടുന്ന കേൾക്കാൻ നമ്മടെ പാടാൻ ഒരു നിമിഷം പോലും സ്ഥലത്ത് ഇരുന്നിട്ടില്ല.
ومن كلامه رضي الله عنه كان لي صاحب وكان في عيني عظيما. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ കണ്ണിൽ അയാൾ വലിയൊരാളാണ്. എന്താ നിങ്ങളവിടെ വലിയാളാക്കാൻ കാരണമെന്ന് വെച്ചാൽ വക്കാനല്ലതി അല്ലമഹു ഫി ഐനി, എൻ്റെ കണ്ണിൽ അയാളെ വലിയാളാക്കിയ കാര്യം എന്താണെന്നറിയോ? സിഗറു ദുന്യാ ഫി ഐനിഹി, അയാളെ കണ്ണിൽ ദുന്യാവ് ചെറുതാണ്. ഓർക്ക് വലിയാണ്. മൂപ്പർ കണ്ട അള്ളാഹിതാണ്. ومنه ما من عبادة أفضل من عفة بطن وفرج. ഹറാമിനെ തൊട്ട് ബാത്തിനെയും ഫർജിനെയും കാക്കുന്നതിനേക്കാണ് അഫ്ളല ഒരു ഇബാദത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ومنه ليس في الدنيا شيء أعون من الإحسان إلى الإخوان. ഇഖ്വാനിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുന്നതിനേക്കാണ് സഹായകരമായ ഒന്നും ഇതില്ല, ദുനിയാവിൽ ചെയ്യാനില്ല. وقال نفع الله به الصواعق تصيب المؤمن وغيره. ഈ ഇടുത്തിയുണ്ടല്ലോ സവായിക്ക്, അത് മുഅ്മിനെയും മുഅ്മിനല്ലാത്ത ആളെല്ലാം ബാധിക്കും. പക്ഷേ വലാ തുസീബു ദാക്കിറല്ലാഹി അസ്സ വജല്ല, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുന്ന ആൾക്ക് ഇടി തട്ടൂല എന്നാണ്. ആ ദിക്റാണ് അവിടെ അല്ലാഹു തആല കാവലിനാക്കി. ومن ذلك ما روي عن الإمام في جعفر الصادق رضي الله عنه ابن محمد الباقر تقدمت ترجمته 213 വരെ ചരിത്രം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതെ, ജാഫർ സാദിഖ് 213 എടുത്തേക്കാം. അല്ല, ചെല്ലിയാക്കും അതിന്റെ കൂലി അല്ലാഹ് നഷ്ടപ്പെടുത്തോ? അപ്പൊ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവല കൊണ്ടും ഉണ്ടാവില്ല. 213 അതാ അൽ ഇമാമുൽ ഹബ്റു അസ്സയ്യിദു അൽ ഹാഷിമിയു അബൂ അബ്ദില്ലാഹ് ജാഫർ ഇബ്നു മുഹമ്മദുൽ ബാഖിർ ഇബ്നു അലി സൈനുൽ ആബിദീൻ ഇബ്നുൽ ഹുസൈൻ ഷഹീദ് ഇബ്നു അലി ഇബ്നു അബി താലിബ് അൽ മദനി. ബഹുമാനപ്പെട്ട ചാവക്കാട്ടുള്ള സിൽസിലത്ത് എന്താണ് ഖുദ്സിയ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാന്ന് പറയാൻ തരീഖത്ത് പോകുന്നു. അൽ മദനി അസ്സാദിഖ് അഹദു സാദത്തിൽ അലാമി മിനത്ത് താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട സാദാത്യങ്ങളിൽ ഏറ്റവും വലിയ പ്രസിദ്ധരായ ആൾ. 80 ജനിച്ച് 148 വഫാത്ത്. ഖാലൽ ഇമാമു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഫ്ഖഹ മിൻ ജാഫർ ഇബ്നു മുഹമ്മദ്, അവരേക്കാൾ ഫിഖ് അറിയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറഞ്ഞു? ഇമാമുൽ അഅ്ലമ പറയുന്നു. ഖുൽതു വകാന മിൻ അലാമി അഹ്ലിൽ വിലായത്തി വഅഇമ്മത്തിൽ ഹുദാ. വിലായത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു, ഹിദായത്തിൻ്റെ നേതാവുമായിരുന്നു. വകാന യഖൂലു സലൂനി, മുപ്പറ പറയും എന്നോട് ചോദിച്ചോ, കബലൻ തഫ്ഖദൂനി, എന്നെ കിട്ടണ്ടായി പോണ്ട, അതായത് വഫാത്താവും, അതുകൊണ്ട് വേഗം ചോദിച്ചോ. ഫഇന്നഹു ലാ യുഹദ്ദിസുകും അഹദുൻ ബഅദി ബിമിസ്ലി ഹദീസി, ഞാൻ പറഞ്ഞു തരും പോലെ എനിക്ക് ശേഷം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. എല്ലാ നേതാക്കന്മാർ തന്നെ ഇപ്പം സുബ്ഹാനല്ലാഹ്. ഖാല പറയുന്നു, ഖാല ഇദാ അൻഅമല്ലാഹു അലൈക ബിനിഅമത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്ത് എനിക്ക് ചെയ്തു തന്നാൽ, വഅറത്ത ദവാമഹ, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഫഅക്സിർ മിനശ് ശുക്ർ, ശുക്ർ വർദ്ധിപ്പിച്ചോ. അത് ഹിക്കമിലും പറഞ്ഞില്ലേ, നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന്, ഓടിപ്പോകുന്ന സാധനമാണ്, അതിനെ കയറുകൊണ്ട് കെട്ടണം. എന്താ കയറ്? ശുക്ർ. ഹിക്കമില്ലേ? ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖാല ഫീ കിതാബിഹി, അല്ലാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞില്ല, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എന്തിനാ? നിയമത്തിന്. അതിൻ്റെ രണ്ടാം മഫൂലവിടെ കളഞ്ഞു. എന്താണ്? നിങ്ങളെ തന്നെ ഒന്നുകൊണ്ടപ്പോൾ രണ്ടാക്കുന്നല്ല. അതിനാണ് ഒരാൾ സംഘടനക്കാരൻ മറുപടി പറഞ്ഞു, അവലേക്കന്മാർ പലതും ഉണ്ടാകുന്നില്ല, ലൈൻ ശക്കത്തും ആദ്യം നിങ്ങളെ തന്നെ ഒന്നിലധിയാക്കിക്കളയും. അങ്ങനെ ഞാൻ അതിനുണ്ടാകും. അപ്പോൾ ഒരാവിലെ രണ്ടാവിലെയാവും. ഇനി വൈദസ്തബത റിസ്ക് പെന്തിയതായി തോന്നുന്നുണ്ട്, റിസ്ക്കൊന്നും വരുന്ന കാണുന്നില്ല. എന്നാലോ ഫാക്സിറമൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ.
فإن الله عز وجل قال في كتابه استغفروا ربكم إنه كان غفارا. എന്നിട്ട് അതിന്റെ ജവാബ് എന്താണ്? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. അവിടെ ദുനിയാവിൽ വയജ്അൽ ലക്കും ജന്നാത്തിൻ ഫിൽ ആഖിറ. അതും ദുനിയാവിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ തഫ്സീർ വേറെയുണ്ട്. മൂപ്പര് ഉണ്ടാക്കി ഇത് അംബാലും ബനീനും ദുനിയാവിൽ വെച്ച് കിട്ടും, യജ്അൽ ലക്കും ജന്നാത്തിൻ എന്നുള്ളത് പരലോകത്താക്കിയിട്ടാണ് മൂപ്പർ കൊടുത്ത തഫ്സീർ. അതുമായിട്ടും അത് തന്നെ. അങ്ങനെയില്ല, വെറും ഇസ്തിഗ്ഫാർ ജില്ലയിലും മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ ഏതും ചെല്ലാം. ومن كلامه رضي الله عنه من سل سيف البغي قتل به. അക്രമത്തിന്റെ വാള് ഒരാൾ ഉറയുന്ന ഊരിയാൽ അതേ വാള് കൊണ്ടവനെ കൊല്ലപ്പെടുന്നതാണ്. അക്രമം തുടങ്ങിയാൽ എന്താക്കും? കുയിച്ചോ കുയിലുകലെന്ന് പറയും. വമൻ ഹഫറ ലി അഖീഹി ബിഇറൻ സഖത ഫീഹാ. ഒരു സഹോദരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കുഴി കുഴിച്ചാൽ ആ കുയിൽ അവൻ തന്നെ വീഴലാണ്. എന്നാൽ കുയിച്ചോ കുയിൽ വീണ്. വമൻ ദഖല സുഫഹാ. സുഫഹായിനോടൊപ്പം പോയത്തക്കാരോടൊപ്പം ഒരാൾ കൂട്ടുകൂടിയാൽ ഫുക്കിറ, അവൻ നിസ്സാരനായി മാറും. വമൻ ഖാലത്തൽ ഉലമാ ഫുക്കിറ. ഉലമായിനോട് കൂട്ടുകൂടിയാൽ അവൻ ആദരണീയനാകും. വമിൻഹു ലാ സാദ അഫ്ളലു മിന തഖ്വ. തഖ്വാനേക്കാളും മുന്തിയ ഒരു സാദ് ഇല്ല. വലാ ശൈഅ ഹസന മിന സുംതി. മിണ്ടാതിരിക്കലിനേക്കാളും ഹസനായ ഒരു കാര്യവുമില്ല, മിണ്ടാതിരുന്നോളാം. വലാ അദുവ്വ അളറ മിനൽ ജഹലി. ജഹലിനേക്കാളും ബുദ്ധിമുട്ടാക്കുന്ന ശത്രുവും വേറെയില്ല. വലാ ദാഅ അദ്വ മിനൽ കദിബി. കളവ് പറയുന്നതിനേക്കാളും ഏറ്റവും രോഗമായ രോഗം വേറെയില്ല. വഖാല റളിയല്ലാഹു അൻഹു അദ്ദബനി അബീ ബിസലാസിൻ. എൻ്റെ ബാപ്പ 3 കാര്യം കൊണ്ട് എന്നെ അദബ് പഠിപ്പിച്ചു എന്നാ പറഞ്ഞു. ബാപ്പേരി ഇപ്പം പറഞ്ഞ് മുഹമ്മദുൽ ബാക്കിർ അല്ല, മുഹമ്മദുൽ ബാക്കിറാ പറയുന്നത്. അലിഗൻ സൈനുൽ ആബിദീൻ അതില്ലേ? അതെ, ജാഫർ സാദിഖ് പറയുന്നത് മുഹമ്മദുൽ ബാക്കിർ എന്ന് പഠിക്കുകയും. എന്താ അദബ്? അദ്ദബനി അന്നമൻ യസ്ഹബു സാഹിബസ്സൂഇ ലാ യസ്ലം. സൂഉடைய മനുഷ്യനുണ്ടല്ലോ, മോശക്കാരനായ മനുഷ്യനോട് സുഹബത്ത് കെട്ടിയാൽ അവൻ രക്ഷപ്പെടൂല എന്ന്. വമൻ യദ്ഖുൽ മദാഖില സൂഇ യുത്തഹം. മോശമായ പ്രവേശന സ്ഥലത്ത് പ്രവേശിച്ചാൽ എന്താകും? അവനെ തെറ്റിദ്ധരിക്കപ്പെടും. കള്ളാസാപ്പിലെല്ലാം പോയിട്ട് കുടിക്കാൻ പോയായിരിക്കുമല്ലോ ബറന്ത കോയക്കല്, അന്നാടാ അവൻ കള്ളം കുടി ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം എന്താകും? വമല്ല യംലികു ലിസാനഹു യന്ദം. നാവിനെ കൺട്രോൾ ചെയ്യാത്ത ആൾ ഖേദിക്കേണ്ടി വരും. ഇതാ 3 കാര്യം. വഖാല റളിയല്ലാഹു അൻഹു ഇദാ ബലഗക അൻ അഖീക മാ തക്റഹു. അനിഷ്ടകരമായ ഒരു കാര്യം നിന്റെ അഖിനെ തൊട്ട് നിനക്ക് വിവരം വന്നാൽ ഫത്ലബ് ലഹു ഉദ്റ. അതിന് ഉദ്റ് കണ്ടെത്തണം. അതല്ല ഉടനെ വാസ്തവം ഇതാടാ അങ്ങനെ കേട്ടിട്ട് റബാഹു ഫുലാൻ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് പിടിച്ചിട്ട് ചർച്ച ചെയ്യലില്ല. ആ ഫുലാൻ ആരാ? റാവിയ. അതിനെന്തെങ്കിലും നീ ഉദ്റ് കണ്ടെത്തണം. എത്ര? മിൻ വാഹിദിൻ ഇലാ 70 ഉദ്റൻ. 1 മുതൽ 70 ഉദ്റ് വരെ നീ കണ്ടെത്തണം. ഫഇല്ലം തജിദ്. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഫഖുൽ ലഅല്ല ലഹു ഉദ്റൻ ലാ അരിഫ്. എനിക്കറിയാത്ത ഉദ്റ് മറ്റെന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇന്നതല്ല. വഖാല റളിയല്ലാഹു അൻഹു ലാ യതിമ്മുൽ മഅറൂഫു ഇല്ലാ ബിസലാസ്. നീ ചെയ്ത ഒരു ഉപകാരം പൂർത്തിയാകൂല, 3 കാര്യം അതിൻ്റെ കൂടെ ചേരണം. ഒന്നെന്താ? തസ്ഗീറു. അത് ചെറുതാണ് നോക്കണം. ഞാൻ ചെയ്തത് വലിയ ഉപകാരം എന്ന് പറയണ്ട. വസത്രിഹി. അത് മറച്ചു വെക്കണം. വതഅജീലിഹി. കൊടുക്കാനുള്ള വേഗം തന്നെ കൊടുക്കണം. നമ്മൾ 1 മാസം കണ്ട് ഏതായാലും നോമ്പല്ലേ വരാൻ പോകുന്നത്, 27,000 തലേന്ന് പറയണ്ട, കൊടുക്കാനുള്ള ഇപ്പം തന്നെ കൊടുത്ത്. വദാലിക. എന്താണ്? അന്നക ഇദാ സഖർതഹു അളുമ. നീ ചെറുതായി കണ്ടാൽ അള്ളാഹിനടുക്കൽ അത് വലുതാണ്. വൈദാ സതർതഹു. അത് മറച്ചു വെച്ചാൽ എന്താക്കും? ആത്മം. അതിൻ്റെ പൂർത്തീകരണമാണ്. വൈദാ അജ്ജൽതഹു ഹന്നൈതഹു. കാലേ കൂട്ടി കൊടുത്താൽ എന്തായി? അവനക്ക് സന്തോഷം നൽകും. മറ്റേ വാഗ്ദാനമായിട്ട് അവിടെ കിടക്കും. വമിൻ കലാമിഹി റളിയല്ലാഹു അൻഹു അർബഉൻ ലാ യൻബഗി ലിശരീഫിൻ അൻ യഅനഫ മിൻഹാ. ഒരു ഷരീഫായ വ്യക്തിക്ക് മടികാട്ടാൻ പാടില്ല. 4 കാര്യം.
ആള് ഷരീഫാണ് എന്നാലും അപ്പൊ ഷരീഫല്ലാത്ത ആൾക്ക് അവരെയും ഒന്ന് ഖിയാമുഹുമി മജ്ലിസിൽ അബിഹി, ഉപ്പാക്ക് വേണ്ടി മജ്ലിസിൽ എണീക്കുക. ഷരീഫായ ആളാണ് എണീച്ചോളൂ. വഖദം ഖിദ്മത്തുഹു ലിളൈഫിഹി, ലൈഫിന് ഖിദ്മത്തെടുക്കല്, ലൈഫിനെ കൊണ്ട് ഖിദ്മത്തെടുപ്പിക്കാൻ പാടില്ല. പകരം 10 ചോദ്യൻ്റെ പാത്രം നമ്മുടെ നമ്മൾ വിടൂല. നിങ്ങൾ എൻ്റെ ലൈഫാണ്, ലൈഫിന് പണിയെടുക്കേണ്ടവരല്ല എന്ന് പറയും. അവിടെ ഞമ്മ കൈ കളിയൊന്നുണ്ടാകും പുറത്താക്കുന്നത്, അതൊരു പണി തരും. ഒന്നവിടെ പോയിട്ട് ആടുന്ന് എത്ര ആൾ വരുന്നുണ്ട്, ആണും കണ്ട പെണ്ണും കണ്ടെന്നല്ലോ നമ്മ അനുസരിച്ച് അപ്പൊക്കെ ഇപ്പുറന്ന് പാത്രം പോകും ഉപ്പ് തന്നെ. ഇത് ഒഴിവാക്കാനാണ് പണി തരുന്നത്. ഇനി പിന്നെ ദാബത്തിൻ്റെ വേണ്ടി നിൽക്കലെന്ന് കയറ്റാനും ഇറക്കാനൊക്കെ. പിന്നെ ആരെ വാക്കിൽ നിന്നാണ് ഇൽമ പഠിക്കുന്നത് അവർക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കൽ. ഈ 4 കാര്യം ഷരീഫായാലും മടികാട്ടാണ്ട് ചെയ്തോളണം. വല്ല ദോഷങ്ങളും സംഭവിച്ചാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. മനുഷ്യന്മാരെ കഴുത്തിൽ തൗക്കാക്കപ്പെട്ടതാണ് ഖതായ. മാസൂമിങ്ങളെ പറ്റിയല്ല സംസാരം. ആർക്കും ഖതിയത്ത് വരാം, മാസൂമിങ്ങൾക്ക് അത് വേറെ വാബല്ലേ. അവർ കഴുത്തിൽ കെട്ടപ്പെട്ടതാണ്, അത് എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് എന്താക്കണം, ഇസ്തിഗ്ഫാറിനെ പരിഹരിച്ചു. വഇന്നൽ ഹലാക കുല്ലൽ ഹലാക ഫിൽ ഇസ്റാറി അലൈഹ, ഹലാക്കായ മുഴുവനും ഹലാക്ക് കിടക്കുന്നത് ദോഷത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുക എന്നതിനാണ്. മാസൂമികളില്ലാത്തതുകൊണ്ട് ചെയ്യാം. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ഇൻ ഫഅലൂ എന്നല്ല, ഇദാ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നില്ലേ. وقال نفع الله به من أراد عزا بلا عشيرة وهيبة بلا سلطان. ഇവനിക്ക് കൂട്ടുകാരോ കുടുംബക്കാരോ ആളോ നമ്മുടെ നാട്ടിൽ ആളും ബന്ധാറിയുന്നില്ല, എന്നാലും ഇസ്സ് വേണോ എന്നൊരു പണി പറഞ്ഞുതരാം. അതുപോലെ നീ സുൽത്താനൊന്നുമല്ല, എന്നാലും ഒരു ഹൈബത്ത്. മാസിയത്താകുന്ന ദുല്ലിൽ നിന്ന് ത്വാഅത്തിന്റെ ഇജ്ജത്തിലേക്ക് നീ നീങ്ങിയാൽ മതി. എന്നെന്ത് വേണ്ട, നിനക്ക് ഇജ്ജത്ത് ഉണ്ടാകുമ്പോൾ അശീറത്തും വേണ്ട, സുൽത്താൻ എന്താണ് ഹൈബത്ത് ഉണ്ടാകുമ്പോൾ സുൽത്താനും വേണ്ട. വഖാല ലാ തഅകുലു മിൻ യദിൻ ജാഅത് സുമ്മ ശബിഅത്. എന്താ അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിന്തിക്കാം. നീ തിന്നണ്ട ഒരു കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരാളെ അതാദ്യം വിശന്നിട്ടുണ്ട്, പിന്നീട് വിശപ്പ് മാറിയിട്ടുണ്ട്. എന്താണ് ആ മസാല കൊണ്ട് ഉദ്ദേശിച്ചത്? എല്ലാം വജു കണ്ടെത്തി നമുക്കൊരു പരീക്ഷ തന്നതാണ്. വിശന്നിട്ടത് പറ, ഇന്ന പറഞ്ഞിട്ട് അടുത്ത ദിവസം പറഞ്ഞാലും മതി. ആദ്യം വിശന്ന് പിന്നീട് എന്തായി, വിശപ്പ് മാറിയിട്ട് എല്ലാം കൊസയായി, അവിടെ തിന്നണ്ടെന്ന് പറയും. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നേർക്ക് നേരെ നോക്കി ആദ്യം കുറേ ഫക്കീർ തരത്തിൽ കഴിഞ്ഞുകൂടി, എന്നിട്ടോ പിന്നീട് ഒരു പണക്കാരനായി, അയാളൊക്കെ തിന്നണ്ട, എന്തുകൊണ്ട് തിന്നുകൂടാന്ന് പിന്നെ ചോദ്യം വരും. എന്താണ് അവിടെ പ്രശ്നം? നമുക്കെല്ലാവർക്കും തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണിത്. അല്ല, അത് തള്ളിക്കളഞ്ഞൂടാ. പറഞ്ഞ ആൾ വലിയ ആളായതുകൊണ്ട് നമുക്ക് തള്ളാൻ പറ്റൂല. അതിനെക്കൊണ്ട് ഇപ്പം നേരം കൂട്ടി ചിലപ്പോൾ കിട്ടൂലേ. ഏത് അതെന്നോട് ഒക്കുന്നുണ്ടാ? ലാ തഅകുലു മിൻ യദിൻ ജാഅത്, വിശന്ന ഒരു കൈ. എന്താണ് അത് മസാലിൽ അല്ല, അംസാല് പരിശോധിച്ചാൽ ചിലപ്പോൾ മൊബൈലിൽ കിട്ടും. എന്താ പറഞ്ഞു, അംസാലുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിതാബുണ്ടല്ലോ. അടിയിലല്ലേ لا تطلب الخير من بطون جاعت ثم شبعت لأن الشبع فيها باق لأن شح فيها باق. علي رضي الله عنه പറഞ്ഞ വാക്കായിട്ടാണ്. بل طلب الخير من بطون شبعت ثم جاعت لأن الخير فيها باق.
എന്നാലും നമ്മൾ ഇഷ്കാലമാക്കിയെന്നുണ്ട്. ആദ്യം വിശന്ന് പിന്നീട് വിശപ്പ് മാറിയ കൂട്ടത്തിൽ ഹൈറ് തരണ്ട ശശു അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഉത്തരം കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ മറ്റൊരു വാർത്ത വന്നേ ഉള്ളൂ. ചോദ്യത്തിൽ തന്നെ ഉത്തരാക്കുന്ന ആളുണ്ടല്ല. എന്താ ഇത് കുല്ലിനെ ജുസയിലേക്ക് തക്സീമാക്കിയതാണ്, കുല്ലിനെ ജുസയിലേക്കല്ല. ഇതെന്താ വ്യത്യാസം? അതാ കിട്ടുന്നുണ്ട്. കുല്ലിനെ ജുസയിലേക്ക് തക്സീമാക്കി എന്നല്ലാതെ എന്തെല്ലാം മുസ്ലിയാറെ കുല്ലിനെ ജുസയിലേക്കല്ല. കണ്ടില്ലേ? അത് കേട്ട് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മാറ്റലിൻ്റെ മാതിരി പിന്നെ ഒന്നും കൂടെ വിശദീകരിച്ച്. ഒരു കുല്ലി ഉണ്ടാവും, ആ കുല്ലീനെ എന്താക്കും? റുസയിലേക്ക് തക്സീമാക്കും എന്നല്ലാതെ എന്നല്ല. കേട്ടില്ലേ? കേട്ട് തിരിഞ്ഞോ? തിരിഞ്ഞ് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇതേമാതിരി ചോദ്യത്തിനെ പിടിച്ച് ഉത്തരാക്കിയാലാവില്ല. ദേവന ദലീലാക്കലുണ്ട്, അങ്ങനെ പറയാൻ വിളിട്ടുണ്ടാവും. ദേവന ദലീലാക്കൽ അതല്ല ഒരു ഉരുട്ടം. അത് കിട്ടുന്നുണ്ടാ? പറ അംസാൽ എന്തോ പറഞ്ഞിട്ട് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് അങ്ങനെയുണ്ടോ? എന്നിട്ടോ അതൊന്നും നമ്മൾ മിസാൽ നോക്കുന്നില്ല. എല്ലാവർക്കും ഒരു പണിയിരിക്കട്ടെ. ഇനി നവാദിറു മിൻ ഹികമിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഹികമിൽ നിന്ന് അപൂർവമാതെടുക്കുന്നു. നിറയെ ഹിക്മാണ്, പക്ഷെ അതിൽ നിന്ന് വളരെ നാദിറായ കാര്യങ്ങൾ. ഓരോ അഹ്ലു ബൈത്താണല്ലോ. ഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതെവിടെ പറഞ്ഞത്? യുൻളറു ഫീ ദാലിക മനാഖിബുൽ ഇമാം ശാഫിഈ ഇമാമിൽ ബൈഹഖി, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നബവി, സിയറു അലാമിൻ നുബലാ ലിദ്ദഹബി. അല്ല, അതെല്ലാം പരിശോധിച്ചായി കലാമ് കിട്ടുന്ന. അന്നാസു ഫീ ഗഫലത്തിൻ അൻ ഹാദിഹി സൂറ, താഴെ പറയുന്ന സൂറത്തിൻ്റെയും കാര്യത്തിനെ തൊട്ടിട്ട് ജനങ്ങൾ ഗഫലത്തിലാണുള്ളത്. എന്താ സൂറത്ത്? വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ ജീവിതം മുഴുവനും നഷ്ടത്തിലാണ് നല്ല സത്യം ചെയ്താ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് ആരോ ഒഴിവാക്കി? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അപ്പോൾ ഈമാന്, സ്വാലിഹായ അമല്, പിന്നെ ഹക്ക് കൊണ്ടുള്ള വസിയ്യത്ത്, സബർ കൊണ്ടുള്ള വസിയ്യത്ത്, ഈ 4 കാര്യം ഇല്ലാത്ത ആളുകൾ മുഴുവൻ നഷ്ടക്കച്ചവടത്തിലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ومن كلامه رضي الله عنه ليس العلم ما حفظ العلم ما نفع. മനപ്പാടമാക്കിയിട്ട് ഇങ്ങനെ ഇബാറത്ത് വായിക്കലല്ല ഇൽമ് എന്നുള്ളത്, അവനിക്ക് നഫ്അ് ചെയ്തതാണ് ഇൽമ്. അതാണ് നാഫിയ ആയിരിക്കണം. ഫഖറുൽ ഉലമാഇ ഫഖറു ഇഖ്തിയാരിൻ വഫഖറുൽ ജുഹാലി ഫഖറു ഇഖ്തിറാറിൻ. ഉലമാഇനുള്ള ഫഖർ അത് ഇഖ്തിയാരിയായ ഫഖറാണ്. എന്നുവെച്ചാൽ അത് നല്ലതാണ്, അത് വേണ്ടതാണ് എന്നെന്താക്കും? അവർക്ക് അതിനെപ്പറ്റി അതിൻ്റെ കാഴ്ചപ്പാടുണ്ടാവും. അതേ പക്ഷേ ജുഹാലിനുണ്ടാകുന്ന ഫഖർ ഒരു പെട്ടുപോന്നിയാണ്. അവർക്ക് അതിനെപ്പറ്റി എന്തില്ല, ഇതൊന്നുമില്ല. ചിലർ ഇപ്പം മധുരം കൂട്ടലില്ലേ? ഞാൻ പറഞ്ഞ് ഈ ഇഖ്തിയാരിയായിട്ട് ഒഴിവാക്കലാണ്, ഇഖ്തിറാറിയെല്ലാം ഇന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നത് ഇഖ്തിയാരിയാണ്. മറ്റേത് കുടുങ്ങിയപ്പം ചെയ്യുന്നതല്ലേ. അൽ മിറാഉ ഫിൽ ഇൽമി യുക്സിൽ ഖൽബ വയൂരിസുൽ ലഗായിന. ഇൽമിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക എന്നുള്ളത് കൽബിന് എന്താക്കും? ഖസാവത്തുണ്ടാക്കി തീർക്കും, പരസ്പരം ശത്രുത ഉണ്ടാക്കി തീർക്കും. ആരെങ്കിലും ഒരാൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്താൽ അവനോട് പകയായി. കൂട്ടത്തിലാണ് ഇവനെങ്കിൽ എപ്രകാരം ആ പുകട്ട് പുറത്താക്കുന്നതെന്നുള്ള ആലോചന എനിക്കുണ്ടാകുക. ഏത് അതല്ലല്ലോ ഇത് മിറാഗ്. മിറാഗ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ പറഞ്ഞ് എതിർക്കാൻ വേണ്ടി പറയലല്ലേ. നിങ്ങൾ പറഞ്ഞ ബഹസ് അതല്ല.
മല്ലം തുഇസ്സഹു തഖ്വ ഫലാ ഇസ്സത്ത് ലഹു. തഖ്വ എന്ന സാധനം ഒരാൾ ഇസ്സത്താക്കുന്നില്ലെങ്കിൽ അവർക്ക് വേറെ ഇസ്സത്തില്ല. അതുകൊണ്ട് കാര്യമായി നഷ്ടപ്പെട്ടു. വമൻ ഷഹിദൽ ളുഅഫ ഫിൻ നഫ്സിഹി നാലൽ ഇസ്തിഖാമ. സ്വന്തം നഫ്സിൽ ളുഅഫുണ്ട് എന്നൊരാൾ കണ്ടെത്തി, എന്നാൽ ഇസ്തിഖാമത്ത് കിട്ടും. കാരണം നമുക്ക് എല്ലാത്തിനും കഴിയുന്ന ളുഅഫാണ്. വമൻ ഗലബത്തു ശിദ്ദത്തു ഷഹവത്തിൽ ഇദ്ദുന്യാ. ദുന്യാവിനോടുള്ള ഷഹവത്തിൻ്റെ കാഠിന്യം ഒരാളെ മറികടന്നാൽ ലസിമത്തുൽ ഉബൂദിയ്യത്തുൽ അഹ്ലിഹ. ദുന്യാവിൻ്റെ അഹലുകാർക്ക് അടിമപ്പണിയെടുക്കേണ്ടി വരും. ദുന്യാവിൻ്റെ അഹലുകാരുടെ അടിമയാകേണ്ടി വരും. വമൻ റളിയ ബിൽ ഖുനൂഇ സാല അൻഹുൽ ഖുളൂ'. കണ്ടോ? അപ്പോൾ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പൊരുത്തപ്പെട്ടാൽ എന്താ മറ്റുള്ള ആളെ മുമ്പിൽ ഒന്നും അടിയറ വെക്കേണ്ടയില്ല. ഫാന്തമാലിക്കുദ്ദുന്യാ സവാഉ പദ്യത്തിലുണ്ടല്ലോ, ഇദാമാകുന്ത ദാ ഖൽബിൻ ഖനൂഇൻ ഫാന്ത വമാലിക്കുദ്ദുന്യാ സവാഉ. നീ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന കൽബിൻ്റെ ഉടമയാണെങ്കിൽ ദുന്യാവ് മുഴുവനും മിൽക്കാക്കിയ ഒരാളും നീ സമം തന്നെയാണ്. മാലിക് ദുന്യ അല്ലാന്നല്ല അർത്ഥം. ചിലർ അർത്ഥം വെച്ചിട്ട് അല്ല ഇവനിങ്ങനെ സമാധാനം വെച്ചു. മാലിക് ദുന്യ എന്ന ദുന്യാവ് മുഴുവൻ സമ്പാദിച്ച് ബിൽഡിംഗ് കൊണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്. നിന്റെ അടുത്തൊന്നുമില്ല. ഉള്ളത് കൊണ്ട് പൊരുത്താക്കുന്ന ആളാണെങ്കിൽ അവരും നീയും സമം തന്നെ എന്നാ പറഞ്ഞത്. ഖൈറുദ്ദുന്യ വായിച്ചോട്ടെ. അത് ഇതിനുള്ള ബന്ധപ്പെട്ടതാ. അതൊന്നും വായിച്ചോട്ടെ, ഇപ്പം എനിക്ക് തെളിയുന്നില്ല. തുടക്കുന്നേ വായിക്കും. തിന്നിട്ടില്ല. അതിപ്പോ പറഞ്ഞത് മൈനാക്കുള്ള ഒന്നായി. നയിക്കോ തജന്നബ് എന്ന് അപ്പുറം പറഞ്ഞപ്പോ വഅ്വി അവായവിന്റെ അമറ്. അപ്പൊ അസലിലേക്ക് നോക്കണമെന്ന് ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. കണ്ടുപിടിക്കാൻ നോക്കണം. അംസാൽ നോക്കിയാൽ ചിലപ്പോൾ വിശദീകരണം പറയും. അതിലുണ്ടാ أول من قاله هذا أطعمتك يد شبعت ثم جاءت ولا أطعمتك يد جاءت ثم شبعت. قال الشركين بكلمة أول من قاله امرأة قال لها ابنها إني أخرج فأطلب من فضل الله تعالى فدعت له بهذا. وزعموا أن الخرقة بنت النعمان بن المنذر اسمها هند وهي صاحبة الدبر. أتاها عبيد الله بن زياد فسألها عما أدركت امرأة فأخبرته ثم قالت كنا مغموطين فأصبحنا مرحومين فأمر لها ببصق من طعام و100 دينار فقالت أطعمتك يد شبعاء فجاءت لا يد جوعاء فشبعت. അതിനോട് ഒക്കുന്നുണ്ടോ? ഒന്നും കൂടെ അത് തലക്കുന്ന അത് വായിച്ചു പഠിക്കും. ഒന്ന് അടയാളം വെച്ചത്.
ഏതായാലും ഒരു പ്രസിദ്ധമായ മസല എന്ന് തോന്നുന്നു. അസലാണ് ബാക്കിയുണ്ട്. അപ്പൊ ഏതെടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞത്? ആദ്യം ജായായിട്ട് സ്വമ്മ ശബയത്തിൻ്റെ ആളെന്ന് തിന്നണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ എന്തുണ്ടാവുന്നേരോ ജൂഅയില് ബുഖലുണ്ടെന്ന് തരുമോ? അതൊന്നും ആലോചിക്കേണ്ട വിഷയമാണത്. പെട്ടെന്ന് പറയാനില്ല. ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖൈർ 5 കാര്യമാണ്. ഒന്ന് ഗിനൻ നഫ്സ്, ഇത് സാധന സാമഗ്രികളെയും പണത്തിൻ്റെയും ഗിനയല്ല. ഗിന അത് നാമമാത്രമാണെന്ന്. അതെ, ഗിനൻ നഫ്സ് എന്ന് പറഞ്ഞില്ലേ, മനസ്സിൻ്റെ ഉള്ളിലെ ഗിന. വഖഫുല്ലത, അതുപോലെ നമ്മളെ വക്കുന്നുണ്ടാകുന്ന ശല്യങ്ങൾ മറ്റുണ്ടാക്കില്ലാതിരിക്കാൻ തടഞ്ഞു വെക്കുക. വകസ്ബുൽ ഹലാൽ, ഹലാലിൻ്റെ കസ്ബ്. ലിബാസു തഖ്വ വസ്സിഖത്തു ബില്ലാഹി തആല അലാ കുല്ലി ഹാൽ, ഏതൊരവസരത്തിലും അല്ലാഹുവിനെ കൊണ്ടുള്ള സിഖത്ത്. അപ്പോൾ ഒന്ന് ഗിനൻ നഫ്സ്, 2 കഫുല്ലത, കസ്ബുൽ ഹലാൽ, ലിബാസു തഖ്വ വസ്സിഖത്തു ബില്ലാഹ്, 5 വഖാല റളിയല്ലാഹു അൻഹു ലിറബീഇ ഇബ്നു സുലൈമാൻ, മൂപ്പറ കാര്യമായ ശിഷ്യനാണ്. യാ റബീഉ ലാ തതകല്ലം ഫീമാ ലാ യഅ്നീക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫഇന്നക ഇദാ തകല്ലംത ബിൽ കലിമത്തിൻ, ഒരു കലിമത്ത് കൊണ്ട് നീ സംസാരിച്ചാൽ എന്താണെന്ന് അറിയോ? മലക്കത്ത് ആ കലിമത്ത് നിന്നെ പിടികൂടും. വലം തംലിക്ക്, പക്ഷെ ആ കലിമത്തിന് എനിക്ക് പിടിച്ചോക്കാൻ കഴിയില്ല. അത് പറഞ്ഞ് നിന്റെ വായിന്ന് പോയി. അപ്പം അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താക്കും? പിടികൂടും. ഏത് റബീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഷറഹൽ മുഹദ്ദബിന് കുറേ റിപ്പോർട്ടുണ്ടല്ലോ അവിടെ, റബീബിൻ്റെ സുലൈമാൻ. ഷാഫി ഇമാമിൻ്റെ വീട്ടിനകത്ത് 700 വാഹനങ്ങൾ ഞാൻ എണ്ണിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ദർസിൽ പങ്കെടുക്കാൻ. വീട്ടിൻ്റെ മുന്നിൽ 700 വാഹനം ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ ഒരാളാണെങ്കിൽ ചുരുങ്ങിയ എവിടെങ്കിലും പോണ്ടേ? അപ്പോൾ 700 ആളായില്ലേ? ആ അതുണ്ടാവും. പിന്നെ വണ്ടി തന്നെ 4-5 കയറാല. അതെ, അത് വരണ്ട. فإنك إذا تكلم داوشي وقال رضي الله عنه لا يكمل الرجال في الدنيا إلا ب4. ദുന്യാവിലെ റിജാലുകൾ കാമിലാകൂല 4 കാര്യം കൊണ്ടല്ലാതെ. 1 ബിദ്ദിയാന, ദീൻ തന്നെ. 2 അമാനത്ത്. 3 സിയാനത്ത്. 4 റസാനത്ത്. 4 നൂനുണ്ട് അവിടെ. ദിയാന, അമാന, സിയാന, റസാന. റസാന എന്താ? ഇൽമിൻ്റെ റസാനത്തുൽ ഇൽമി എന്ന് പറഞ്ഞില്ലേ, ഇൽമിൻ്റെ തൂക്കം, അതിനെ കട്ടി. സിയാനത്ത് ദോഷങ്ങളെ തൊട്ടും മറ്റേ തൊട്ടും ശരീരവും എല്ലാം കാത്തു സൂക്ഷിക്കല്. സാനൂനും എൻ്റെ അമ്രു മസ്തർ. മംബറക്ക ഫഖദ് ഔസഖക, ബറക്ക എന്ന് പറഞ്ഞാൽ ബർറാൻ്റെ ഫീലാന്ന്, കാന്നാൻ്റെ മഫൂല്. നിനക്കൊരാൾ ഉപകാരം ചെയ്താൽ അവനെന്താകും? നിന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, അവനോട് സല്യൂട്ട് അടിക്കാണ്ടാവൂല. വമൻ ജഫാക്ക, നിനക്ക് തരാതെ കൈയൊഴിച്ചാലോ നിന്നെ മോചിതനാക്കിയിട്ടുണ്ട്. പിന്നെ അയാൾ കണ്ടാൽ ഇങ്ങനെ ഒരു മിന്നത്ത് അങ്ങോട്ട് കൊടുക്കാനില്ലല്ലോ. മൻ വഅല അഖാഹു സിർറൻ ഫഖദ് നസഹഹു വസാനഹു, അവൻ്റെ സഹോദരനെ രഹസ്യമായിട്ട് വഅദ് പറഞ്ഞു കൊടുക്കുക. എന്നാൽ എന്താക്കി? അവനോട് നുസുഹം കാട്ടി അവനെ മെച്ചപ്പെടുത്തുകയും ചെയ്തു. പരസ്യമായിട്ട് എന്താക്കി? യോഗം വിളിച്ചിട്ട് പറഞ്ഞാൽ അവനെ വഷളാക്കി. അതാ വമൻ വഅദഹു അലാനിയത ഫഖദ് ഫളഹഹു വശാനഹു, അവനെ ചാഞ്ചാക്കില്ലേ, ഷാനെന്ന് വെച്ചാൽ വികൃതമാക്കി. ഷാന യശീനു. അർഫഉന്നാസി ഖദ്റൻ മൻ ലാ യറാ ഖദ്റഹു,
ഖദറിനാൽ ഏറ്റവും ഉയർന്ന ആളാരാന്ന്? ഞാൻ ഏത് ഖദറാന്ന് അയാൾക്ക് തിരിയാൻ പാടില്ല. അല്ലോ വാക്കിസറുഹും ഫضലൻ മല്ലാ യറാ ഫضലഹു, ഫضലാൽ അധികരിച്ച ആളാരാ? അവൻ്റെ ഫضല് അവനറിയാൻ പാടില്ല. അതെ, അവൻ്റെ വലിപ്പം. അതെ, ആനക്ക് എന്താ, ആനക്കും കുതിരക്കെല്ലാം പറയില്ലേ? അതെ, സ്വന്തം വലിപ്പം പറഞ്ഞാൽ ഈ പാപ്പാന മകക്കൂലല്ല. അൽ-ഇൻഖിബാദു അനിന്നാസി, ജനങ്ങളെ തൊട്ട് പറ്റ ഒടിഞ്ഞു മാറുന്നു. അത് മക്സബത്തുല്ലിൽ അദാവ, അത് ജനങ്ങളുടെ ശത്രുതയെ ഉൽപ്പാദിപ്പിക്കും. അയാളെന്താ ഇപ്പം നമ്മളോട് തീരെ ഇനി വല്ലാണ്ട് കേത്തിക്ക് അറിയാലോ, നിന്നെ നിസാരപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടെന്താക്കണം? ബൈനഹുമ എന്താ വല്ലിംബിസാത്തു ഇലൈഹിം അജ്ലബത്തുല്ലി ഖുറനാഇസ്സു, അവരിലേക്ക് വല്ലാതെ ഇംബിസാത്താക്കിയാൽ എന്താകും? ചീത്ത കൂട്ടുകാരെല്ലാം സമ്പാദിക്കേണ്ടി വരും. ഫകുൻ ബൈനൽ മുൻകബിദി വൽ മുൻബസിതി, അപ്പം രണ്ടിൻ്റെ അടക്കാക്കണം. തവസ്സുത്ത്, ഇഫ്രാത്തും വേണ്ട തഫ്രീത്തും വേണ്ട. മൻ നമ്മലക്ക നമ്മബിക്ക, ആരുടെയെങ്കിലും നമീമത്ത് നിന്നിലേക്ക് പറയുന്ന ഒരാൾ നിന്റെ നമീമത്ത് വേറെ ആരോടും പറയും. ഇത് തന്നെയല്ലേ പറയില്ലേ? വമൻ ഇദാ അർളൈതഹു ഖാല ഫീക മാ ലൈസ ഫീക, ഇനി ഒരാൾ നീ അയാളെ തൃപ്തിപ്പെടുത്തി എന്തെങ്കിലും ഉണ്ട്, എന്നാലും എന്താക്കും? നിന്നിലില്ലാത്ത പോലീസല്ല അയാൾ പറയും. ആരാന്നറിയാട് എന്നും പറഞ്ഞിട്ട് തന്നെ ഫളായിൽ തന്നെ. ഇത് അഗ്ലബതഹു, നീ എന്താക്കും? ഒരാളെ ദേഷ്യം പിടിപ്പിച്ച്, എന്നാൽ നിന്നിലില്ലാത്ത കുറ്റം കുറവല്ല അയാൾ പറയുന്നത്. ഇപ്പം അങ്ങനെ തന്നെയാണ്. ഉള്ളിൽ നിൽക്കുമ്പോൾ എന്താക്കും? അയാളെ കണക്കത്തെ പോലീസ് വേറാനിക്കില്ല. അയാൾ രാജിവെച്ച് പോയാൽ നല്ല എന്താകുന്നത് തേങ്ങപ്പാൽ തേച്ച് കുളിച്ച മാതിരി ശുദ്ധമായി പോയി, സംഘടന വൃത്തിയായിപ്പോയി. അയാൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും പോകേണ്ടതായിരുന്നു. ഇതുവരെ ഉണ്ടായതെല്ലാം അയാളെ കൊണ്ടാണ്. ഇതാ പറച്ചലി. അത്തവാദുഉ മിൻ അഖ്ലാഖിൽ കിറാം, തവാദു എന്നുള്ളത് കിറാമിന്റെ സ്വഭാവമാണ്. വത്തകബ്ബുറു മിൻ സിയമിൽ ലിആം, ലഹീമിന്റെ ജമ്മാണ് ഏത്? ലിആം. കരീം കിറാം എന്ന് പറഞ്ഞ മാതിരി. ഇതാ കസറത്തിൽ ഹവായിജു ഫബ്ദഅ ബി അഹമ്മിഹാ, എനിക്ക് പല ആവശ്യങ്ങളുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം തുടങ്ങുക. ആവശ്യവും അത്യാവശ്യവും വന്നാൽ എന്തിനാക്കണം? അത്യാവശ്യം എടുക്കണം. 3 പട്ടിക വേണം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അനാവശ്യം എപ്പം ബ്ലാങ്ക്. മൻ കാന ഫീഹി സലാസു ഖിസാലിൻ ഫഖദ് അക്മലൽ ഈമാൻ, 3 കാര്യം ഒരാളിലുണ്ടായാൽ അയാൾ ഈമാൻ പൂർത്തിയായി. 1, മൻ അമറ ബിൽ മഅറൂഫ് വഅ്തമറ ബിഹി, മഅറൂഫായ കാര്യം കൽപ്പിക്കുകയും അതനുസരിച്ച് ഇവൻ സ്വയം പ്രവർത്തിക്കുകയും വേണം. മുമ്പ് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ എന്താകും? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, നമ്മൾ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വനഹ അനിൽ മുൻകരി വന്തഹ അൻഹു, മുൻകർ വിരോധിക്കണം, അവനത് ഒഴിഞ്ഞിരിക്കുകയും വേണം. വഹാഫദ അലാ ഹുദൂദില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഹദ്ദിൻ്റെ മേൽ എപ്പോഴും മുഹാഫദ, അതിന് വിട്ട് കിടക്കാൻ, പക്കത്തോളെത്തിയാലും അതിന് വിട്ട് കിടക്കാൻ പറ്റില്ല. ഇനി മൻ സമിഅ ബിഉദുനിഹി സാറ ഹാക്കിയൻ വമൻ അസ്ഗാ ബിഖൽബിഹി കാന വാഇയൻ വമൻ വഅല ബിഫിഅലിഹി കാന ഹാദിയാ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ട് യാ, ഹാക്കിയ, വാഇയ, ഹാദിയ. അവൻ കാതുകൊണ്ട് കേട്ടതാണെങ്കിൽ അവൻ്റെ പേരെന്താന്ന്? ഹാക്കി. കേട്ടത് ദിഫായത്ത് ചെയ്യുന്നു, ഹിക്കായത്ത് പറയാം. കൽബ് കൊണ്ടാണ് അതിലേക്ക് പോയതെങ്കിൽ അവൻ വാഇയ, കൽബിൽ ഉൾക്കൊണ്ടവനാണ്. മറ്റത് കേട്ട പറയലേ. ഇവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് വേറെ കാണിച്ചു കൊടുത്താൽ അത് ഹാദിയായി മാറി. ഇതാ ഇങ്ങനെയാണ് വേണ്ടിയെന്ന് എന്താക്കി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ മോഡലും. ومن حكمه رضي الله عنه أيضا قوله أقل الناس في الدنيا راحة الحسود والحقود. ദുന്യാവിൽ ഏറ്റവും റാഹത്ത് കുറഞ്ഞ ആളാരാന്നറിയോ? ഒന്ന് അസൂയ വെക്കുന്നവന്, മറ്റൊന്നോ പ്രതികാരം ചിന്ത കഴിഞ്ഞുവിടുന്നു. എവിടുന്നാണ് അവർക്ക് പ്രതികാരം എടുക്കുന്ന ഇങ്ങനെ പോകുമ്പോഴേ ആലോചിക്കുന്നു. വഅ്ലമുൽ ളാലിമീന ലിനഫ്സിഹി, ഇവൻ്റെ നാലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നാലിമാരാണ് മൻ തവാദഅ ലിമൻ ലാ യുക്രിമുഹു, ഇവനോട് ഒരു ഇക്റാമും ചെയ്യാത്ത അത് ഇവൻ പോയിട്ട് തവാദുആക്കുക. അവൻ നഫ്സിനോട് ചെയ്യുന്ന ദുൽമാണ്. വറഗിബ ഫീ മവദ്ദത്തി മൻ ലാ യൻഫഉഹു, ഒരാളെ മവദ്ദത്ത് കൊണ്ട് ഒരു കാര്യമില്ല, അവൻ്റെ മവദ്ദത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുക.
ഇനി ഇദാ തസവ്വജ الرجل فقد ركب البحر فإن ولد له ولد فقد قصرت المركبة. ഒരാൾ വിവാഹിതനായാൽ അയാൾ ബഹറിൽ യാത്ര ചെയ്തവനാണ്. അതിന് ഉദാഹരണം, അതിനൊരു കുട്ടിയും കൂടെ ജനിച്ചാലോ അവൻ്റെ വാഹനം പൊളയും ചെയ്തു. അപ്പം എന്തായി? വെള്ളത്തിൽ മുങ്ങി നടുക്കടലിൽ. وقال رضي الله عنه إذا ولي أخوك ولاية فرضا منه بعشر البد الذي كان لك قبلها. നിന്റെ ഒരു സ്നേഹിതനുണ്ട്, ആ സ്നേഹിതന് പണ്ട് സ്നേഹമുണ്ട്, അവനിക്കൊരു എന്താ ഒരു വിലായത്ത് കിട്ടി, ഓൻ വലിയ അധികാരിയായി. എന്നാൽ അവൻ്റെ സ്നേഹത്തിൻ്റെ 9 പ്രതീക്ഷിക്കേണ്ട 10 ബാക്കി പ്രതീക്ഷിക്കണം. നിന്നെ കണ്ട ഓൻ മിണ്ടാക്കൂല. വലിയ സ്ഥാനത്തെല്ലാം വന്നാലേ എന്നാൽ ഇപ്പം കാണുന്ന തന്നെയല്ലോ. അതാ നേരത്തെ ഉണ്ടായ സ്നേഹത്തിന്റെ 10 കൊണ്ട് നീ പൊരുത്തപ്പെട്ടോളണം. അപ്പൊ 90% ഇനി സ്നേഹം കിട്ടൂല, ഓമ്പറ്റാളെ കിട്ടില്ല. ഒരാൾക്ക് ഒരു കഥ ഏൽപ്പിച്ച് എന്നിട്ടോ ഫക്കീർ തരം കാണുന്നില്ല, കുറച്ച് പൈസക്ക് തന്നെ ആയിരുന്നു, എന്നാ എന്തോ എവിടുന്നോ സംതിങ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അവൻ കള്ളനാണ്. കാരണം ഒരൊറ്റ ആനുകൂല്യം പിടിക്കാൻ പാടില്ലാത്ത ആളല്ല ഗാന്ധി എന്ന് പറഞ്ഞ സാധനം. പണ്ടേ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തലക്കെട്ട് കിട്ടുന്നെങ്കിൽ ഇല്ലുണ്ടാവും. ഒരാൾ അവന്റെ നഫ്സിനെ കാക്കുന്നില്ലെങ്കിൽ, അതാ നേരത്തെ സിയാനത്ത് പറഞ്ഞില്ലേ, അവന്റെ ഇൽമ് ഉപകാരത്തിനെത്തൂല. മൻ അഹബ്ബ അൻ യുഫ്തഹ അലൈഹി ബിനൂരിൽ ഖൽബി ഫഅലൈഹി ബിൽ ഖൽവ. ഖൽബിന്റെ നൂറ് എന്താക്കണം? അവർക്ക് ഫതഹാക്കപ്പെടണമെങ്കിൽ ഖൽബത്തിൽ നിന്നുള്ള. പിന്നെ വഖില്ലത്തിൽ അക്കൽ, തീറ്റി കുറയ്ക്കുക. വതർക്കി മുഖാലത്തി സുഫഹാക്കളുടെ കൂട്ടുകെട്ട് ഒഴിവാക്കുക. വബുഗ്ളി മൻ യുരീദു ബിഇൽമിഹി ദുനിയ, ഇൽമ കൊണ്ട് ദുന്യാവിന് ആഗ്രഹിക്കുന്ന ആളെ വെറുക്കുക. എന്നാൽ കൽബിൽ എന്താക്കും? 100 കൊണ്ട് ഫതഹ കിട്ടുമെന്നാണ്. ഒന്ന് ഖൽബത്ത്, പിന്നെ ഖില്ലത്തുൽ അക്കൽ, തർക്ക് മുഖാലത്തി സുഫഹാ, വബുഗ്ളി മൻ യുരീദു ബിഇൽമിഹി ദുനിയ. മുമ്പ് അനാമ് മനാമ് താമ് കലാമിന്റെ ഒരു ഭാഗം. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, സഹിബത്ത് സൂഫിയ, സൂഫിയാക്കളോട് ഞാൻ സുഹബത്ത് കെട്ടി. ഫസ്തഫത്തു മിൻഹും ഹർഫൈനി, 2 കലിമത്ത് ഞാൻ എന്താക്കി ഉറവക്കത്ത് പഠിച്ചു. അൽ വഖതു കസ്സൈഫി ഇല്ലം തഖതഉഹു ഖതഅക വഅഫ്ളലുൽ ഇസ്മതി അല്ലാ തജിദ. 2 ഹർഫുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിമത്ത്. വഖത്ത് എന്ന് പറഞ്ഞ വാള് പോലെയാണ്, നീ അതിനെ മുറിച്ചിട്ടില്ലെങ്കിൽ വാള് എന്താകും? വഖത്ത് നിന്നെ മുറിക്കൂന്ന് പണ്ടേ ഹിക്കമിലൊക്കെ ധാരാളം പറഞ്ഞതാണ്. ഓരോ അവസരത്തിലും അവനിലേക്ക് വരുന്ന ഹക്കുകളും അതിന് വീടലിതൊക്കെയാണല്ലോ വഖത്ത് എന്നാ പണ്ട് പറഞ്ഞത്. ആ വഖത്തിനെ സൂക്ഷിച്ചില്ലെങ്കിൽ മക്കത്താവും എന്ന് പറഞ്ഞു ഹിക്കമിലി. ഇനി അന്ന കാക്കുന്ന അഫ്ളൽ ഇസ്മത്ത് എന്താന്ന്? അതിന് സാഹചര്യം വരാതിരിക്കലാണ്. സാഹചര്യം വരുമ്പോഴല്ലേ ഓരോന്നിൽ പെട്ടുപോക്ക്. അപ്പൊ ആ അനുകൂല സാഹചര്യം വരാതിരിക്കാന്നുള്ള അള്ള കാക്കുന്ന ഒരു ഇനം, അതാണ് തീർന്നു. ഇനി